السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു ചോദ്യത്തിന് സാധ്യതയില്ലാത്ത വിധം വളരെ കൃത്യമായി നബിദിനാഘോഷത്തിൻ്റെ പ്രമാണങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. വിഷയാവതരണത്തിൽ പറഞ്ഞതിനെ അക്കമിട്ട് നിരത്തി ഗണ്ണിക്കുകയും വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിന് വിരുദ്ധമാണ് ഇവരുടെ വാദമെന്ന് വളരെ സരസമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇങ്ങനെ തന്നെയാണ് വിഷയാവതരിപ്പിക്കേണ്ടത്. വളരെ സന്തോഷമുണ്ട്. വിഷയാവതരണത്തിൽ നിങ്ങൾ ഉദ്ധരിച്ചതിനെ വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് കൊണ്ടും തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ ഗണ്ണിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ നോക്ക്, ഈ വിഷയാവതരണത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞതെന്താണ്? വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവായി വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് ഓതുമ്പോൾ അത് സ്വഹാബത്തിന് പരിചയമുണ്ടോ? അത് താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ? സ്വഹാബത്തിനും താബിഈങ്ങൾക്കും പരിചയമില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വിഫലമായ കുടില കുതന്ത്രമാണ് ഇവരുടെ വിഷയാവതരണത്തിലൂടെ ഇവർ നടത്തിയത്. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കണം. നമ്മൾ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ആയത്തുകളും ഹദീസുകളും ഓതുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുമാർ അതിനെ കൃത്യമായി വിശദീകരിക്കുമ്പോൾ നിങ്ങൾ കേട്ടല്ലോ, മഹാന്മാരായ ഇമാമുമാർക്കെതിരെയാണ് നഊദു ബില്ലാഹ് എന്ന് പറഞ്ഞത്. ഡസൻ കണക്കിന് ഇമാമുമാർ, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിദുൽ അസ്ഖലാനി അടക്കമുള്ള മഹാരഥന്മാരായ ഇമാമുമാർക്ക് നേരെയാണ് ഇത്തരം വിദണ്ഡവാദങ്ങൾ. ഇനി ശ്രദ്ധിക്കുക, ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ വിശുദ്ധമായ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിന് ഇവർ പറയുന്നത് എന്താ? വിഷയാവതരണത്തിലും പറഞ്ഞത് അത് സ്വഹാബത്തിന് പരിചയമല്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവർ തന്നെ, നിങ്ങളുടെ നേതാക്കൾ കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ ഉണ്ടാക്കിയത് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് കൊണ്ടാണ്. ആയത്തിനാണ് തെളിവ്. ഏതാ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന ആയത്ത് ഓതിയിട്ട് ഇവർ നമ്മൾ ഓതുമ്പോൾ പറയും ഫല്യഫറഹു, അത് അമ്രല്ലേ, അത് വുജൂബിനല്ലേ എന്നൊക്കെയാണ് ഇവർ പരിഹസിക്കാറുള്ളത്. ഇനി നോക്കുക, ഈ ആയത്ത് തെളിവാക്കിയാണ് നിങ്ങൾ സംഘടന രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ അൽമനാറു തന്നെ തെളിയിക്കുകയാണ്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി അതിൻ്റെ ഒറിജിനൽ കോപ്പി അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കാനുള്ള തെളിവ് പറഞ്ഞത്. ഇത് ഏത് സ്വഹാബി പറഞ്ഞു? ഇത് താബിഈങ്ങൾ പറഞ്ഞോ? അൽഹംദുലില്ലാ. ഏതായിരുന്നാലും എനിക്കിപ്പോൾ തോന്നിയത് നമ്മളെ വിശദീകരണം മൂപ്പരെ ഏൽപ്പിച്ചാൽ മതി എന്നതാണ്. എന്താണോ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ മൂപ്പര് സ്ഥാപിച്ചത്. ഇനി ആകെ എന്ത് തർക്കമുള്ളൂ? നബിയുടെ കാലത്ത് ഇല്ല, സ്വഹാബിക്ക് പരിചയമില്ല, താബിഈക്ക് പരിചയമില്ല എന്ന് നോക്കിയപ്പോൾ എന്തായാലും ഇത്തിഫാക്കായി. അത് ഓർക്കും പ്രശ്നമില്ല. ഈ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞത് ഇല്ലെങ്കിൽ കുഴപ്പം തന്നെയാണ് എന്നാണ്. ഇതാണ് ഇപ്പോൾ അടിസ്ഥാന തർക്കം. അപ്പോൾ നിങ്ങൾ പകുതി മുജാഹിദായി, ലേശം കൂടി ആയാൽ ശരിയാവും. അപ്പോൾ എന്തായിരുന്നാലും ആ കാര്യത്തിന് തർക്കമില്ലല്ലോ. സ്വഹാബികൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, ഇത് തർക്കമില്ലല്ലോ. അത് നിങ്ങൾ സമ്മതിക്കുന്നു. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആസാറൊന്നുണ്ട് എന്നാ. ആസാറ് മുസ്ലിം നബിയെ ഉണ്ടാക്കാൻ തെളിവല്ല. അത് ഈ മുഖാമുഖം അടക്കം, ഈ സംവാദം അടക്കം ആ ആസാറിൽ പെടും. നിയ്യത്ത് ശരിയാണെങ്കിൽ. നിയ്യത്ത് മോശമാണെങ്കിലോ ആസാറും സയ്യയിലും പെടും. അതാണ് ആസാറ്. അല്ലാതെ നിങ്ങൾക്ക് ഉള്ള ഇബാദത്തൊക്കെ ഉണ്ടാക്കാൻ തെളിവല്ല ആസാറ്. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നാൽ എന്താ? ഇസ്ലാമിൽ മോശമായ സുന്നത്തുണ്ടപ്പോൾ സുന്നത്തൻ സയ്യാന്ന് അപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ സുന്നത്തിലുണ്ട് സയ്യത്ത്. എവിടുന്ന മുസ്ലിങ്ങൾക്ക് മനസ്സിലായി? ഇതാണോ സംവാദം? ഇതിനൊന്നും ആവശ്യം. പിന്നെ സംഘടന ഉണ്ടാക്കാൻ തെളിവ് ഈ ആഴ്ച അത് ആരെ പറഞ്ഞു? ഇവിടെ സംഘടന അല്ല വിഷയം. ഇവിടെ ആ സംഘടന കാട്ടിക്കൂട്ടാൻ ഈ ഖുറാഫാത്ത വിഷയം. അതാ ഇവിടെ വിഷയം. സംഘടന ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ മൊത്തം ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും കൊണ്ടുപോകണ്ടല്ലോ. ആ ശിർക്കും ഖുറാഫാത്തും എവിടുന്ന് കിട്ടി? അത് ദീനിലുണ്ടോ? അതാ വിഷയം ഇവിടെ. അല്ലെ സംഘടന ഉണ്ടാക്കൽ ഒരു ഇബാദത്താണെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. നബിദിനാഘോഷം ഇബാദത്താണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് ചർച്ച ഇവിടെ. സംഘടന ഉണ്ടാക്കൽ ഒരു ഇബാദത്താ പറഞ്ഞിട്ടില്ല. സംഘടന ഉണ്ടാക്കാൻ ആമായ തെളിവ് മതി. ആ തെളിവാണ് ഈ ആയത്ത് വൽതകും മിൻകും ഉമ്മ. നിങ്ങളുണ്ടായിക്കോടി, നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വാദം എന്താ? സമസ്ത എന്ന സംഘടന വിദേഹത്താണ് എന്നാണോ വാദം? അല്ലല്ലോ. അത് തർക്ക വിഷയമേ അല്ല. നിങ്ങൾക്ക് ദീനും അതേപോലെ ദുന്യാവും കൂടി മിക്സ് ചെയ്തു. അത് നിങ്ങൾക്ക് പഴച്ചത്. നിങ്ങളെ സ്വന്തം വക അർത്ഥം വെച്ചു, അവിടെ പഴച്ചപ്പോൾ ആസാറഹും നിങ്ങളെ വക അർത്ഥം വെച്ച് കൊണ്ടുപോയി.
സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി, അത് നിങ്ങളെ വകണ്ടാക്കി കൊണ്ടുപോയി ആശയം. ഞാനൊരിക്കലും ഒറ്റ ഇമാമിനെയും കുറിച്ച് അവരങ്ങനെ വ്യാജമായി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടത് പഴിച്ചതായിരിക്കാം. അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞത് ഒരു ഇമാമിൻ്റെ പേരിലല്ല. നിങ്ങൾ കേട്ടത് പിഴച്ചതായിരിക്കാം എന്ന് നിങ്ങളെപ്പറ്റി എനിക്ക് സൽവിചാരം വെച്ച് പുലർത്തുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഈ ആയത്തും ഹദീസും ഒക്കെ ഉണ്ടായിട്ടും മുൻഗാമികൾ നബിദിനം ആഘോഷിച്ചില്ലെങ്കിലും ആയത്തുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവരൊക്കെ ഈ ആയത്ത് പ്രാവർത്തികമാക്കിയില്ല എന്ന് പറയേണ്ടി വരും. അത് പറയാൻ പറ്റില്ല. അഊദു ബില്ലാഹ് എന്നാ പറഞ്ഞത്. വേണമെങ്കിൽ വിഷയം നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കൈമാറിത്തരാം. നിങ്ങൾ കേട്ടത് പഴിച്ചതായിരിക്കാം, ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഒരൊറ്റ ഇമാമിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയില്ല. എല്ലാ ഇമാമികളും ബഹുമാനിക്കുന്നു, നിങ്ങളടക്കം ബഹുമാനിക്കുന്നു. അതിന് ഒരു പ്രശ്നമില്ല ഇവിടെ. നേരെ മറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ സംഘടന ഉണ്ടാക്കാൻ ആ ആയത്തന്നെയാണ് തെളിവ്. അതൊരു സ്വഹാബിൻ പറഞ്ഞിട്ടില്ലെങ്കിലും തെളിവ് തന്നെയാണ്. കാരണം ഇബാദത്ത് ഉണ്ടാക്കുകയല്ല, ദീനിലേക്ക് കൂട്ടിച്ചേർക്കുകയല്ല, പുതിയൊരു ആചാരം ഉണ്ടാക്കുകയല്ല. ആമായ തെളിവിൽ നിന്ന് പൊതുവായ കാര്യം നമുക്ക് ഏതും നിർമ്മിക്കാം. അവിടെയാണ് ഇമാം ഷാഫി പറഞ്ഞ അൽ ബിദ്അത്തു ബിദ്അത്താനി, അത് നിങ്ങളെ വക ദുർവ്യാഖ്യാനിച്ചതാണ്. ഇമാം ഷാഫി പറഞ്ഞു വായിച്ചത് ഇമാം ബൈഹഖിയുടെ മനാഖിബ് ഷാഫിയിൽ നിന്ന് അൽ ബിദ്അത്തു ബിദ്അത്താനി എന്ന് പറഞ്ഞ ബിദ്അത്ത് നബിദിനം ഉണ്ടാക്കാൻ തെളിവായി പറഞ്ഞതല്ല, പുതിയ നിസ്കാരം ഉണ്ടാക്കാൻ തെളിവായി പറഞ്ഞതല്ല, പുതിയ ദിക്ർ ചൊല്ലാൻ തെളിവായി പറഞ്ഞതല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടീം ഉണ്ടാക്കി അതിവരെ പേരിട്ട് പോകണമെങ്കിൽ അത് വേണം തെളിവാക്കാൻ പറ്റും. 100-ാം വർഷം ആഘോഷിക്കാൻ തെളിവാക്കാൻ പറ്റും. സംഘടന ഉണ്ടാക്കാൻ അത് തെളിവാക്കാൻ പറ്റും. ഇമാം ഷാഫി റഹ്മത്തുള്ളാ ആ 2 ബിദ്അത്ത് ഖിസ്മായി പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞെന്തായോ, ഈ സംവാദം അടക്കം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഈ സംവാദം വരെ ഉദാഹരണം പറഞ്ഞു. അഹ്ലുൽ ബിദ്അയുടെ സംവാദം മുനാദറാത്ത് വരെ അവിടെ ഉദാഹരണമായി പറഞ്ഞത് ഇമാം ബൈഹഖി മനാഖിബ് ഷാഫിയിൽ ആ വായിച്ച തൊട്ട് അപ്പുറത്ത് കാണാൻ കഴിയും. അപ്പോൾ അതൊന്നും അലവിടുത്തെ തർക്ക വിഷയം. ഏതായിരുന്നാലും ഇപ്പം മര്യാദയ്ക്ക് ചോദ്യം കൂടില്ല. ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ 3-4 ചോദ്യമെങ്കിലും വിഷയത്തിൽ ഒന്ന് ചോദിക്കുന്ന വിചാരിച്ച് പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. കാരണം കമ്പനി വന്നപ്പോൾ ചോദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചോദിച്ച മനുഷ്യന്മാരും കാണുന്നില്ല, അവിടെ ചോദിച്ചാൽ അവിടെ കാണുന്നില്ല എന്നത്. ഏതായിരുന്നാലും നമുക്കവിടെ വിഷയം നബിദിനാഘോഷമാണ്. ഞങ്ങളെ വാദം കൃത്യമായി എഴുതി. പ്രമാണങ്ങളെ പിൻബലമില്ല, ആയത്തിന് തെളിവില്ല, ഹദീസിൽ തെളിവില്ല, സ്വഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലുമോ പരിചയമില്ല. അത്രയും ഭാഗത്ത് നമ്മൾ ഇത്തിഫാക്കാണല്ലോ. നിങ്ങൾ തർക്കമില്ലല്ലോ, നിങ്ങൾ ഇതുവരെ സ്ഥാപിക്കാൻ ശ്രമിച്ചില്ലല്ലോ ഇവിടെ ചെയ്തു എന്നുള്ളത്. പിന്നെന്താ, അവിടെ ചെയ്തില്ലെങ്കിലും നല്ല കാര്യമാണ്, അത് മോശം പറഞ്ഞത് ബിദ്അത്തിൽ ബിദ്അത്താണ് എന്നാണ്. അതവിടെ വെച്ചാൽ മതി. അതങ്ങനെ തന്നെ നിങ്ങൾ പറയും, അതങ്ങനെ തന്നെ പറയും. ഒരു ഇബാദത്ത് വിശുദ്ധ ഖുർആനിലില്ലാതെ, ഹദീസിലില്ലാതെ, നബിക്ക് പരിചയമില്ലാതെ, സ്വഹാബത്തിന് പരിചയമില്ലാതെ, താബികൾക്ക് പരിചയമില്ലാതെ, അയിമത്തുൽ അർബഅക്ക് പരിചയമില്ലാതെ, നൂറ്റാണ്ടുകളായ മുസ്ലിമുകൾക്ക് പരിചയമില്ലാതെ പിന്നെ ഷിയാക്കൾക്ക് ആദ്യം പരിചയപ്പെടുക, ഷിയാക്കൾക്ക് കൊണ്ടുവരിക, പിന്നെ ഒരു മുല്ലാ ഉമർ കൊണ്ടുവരിക, പിന്നെ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് പറയാം ഇത് ഓരോന്നും ചെയ്തിട്ടില്ലെങ്കിൽ നല്ലത് തന്നെയാണ്, അതിന് ആയത്തിൻ്റെ ഹദീസ് ഉണ്ട് എന്ന്. അത് ചേളാരി സംസ്ഥാനത്ത് പറയാൻ പറ്റും, ഉമ്മത്തിനോട് പറയാൻ പറ്റൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് ചോദ്യം ചോദിക്കുക, അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞുതരാം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചോദ്യം ആദ്യം വൈജ്ഞാനിക ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഉസൂലുമ തൊട്ടപ്പോൾ പൊള്ളി. എന്തിനാ ആ ആയത്ത് ഞങ്ങൾ ഇവിടെ ഓതിയത്? നിങ്ങളുടെ അൽമനാറിൽ നിങ്ങൾ രേഖപ്പെടുത്തിയത് എന്താണ്? വൽതകുൻ ഉമ്മത്തുൻ എന്ന ആയത്ത് ഓതിയിട്ട് അത് സംഘടനയുണ്ടാക്കാൻ തെളിവാണ്. അത് സംഘടനയുണ്ടാക്കാൻ ആമായ ആ ആയത്തിന്റെ തഹ്തിലാണ് നിങ്ങൾ സംഘടനയുണ്ടാക്കാൻ അത് തെളിവ് പറഞ്ഞത്. നീയത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ലേ ഇമാമുമാര് പറഞ്ഞത്? എവിടെ പോയി? ഇവിടെയാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ നോക്കണം. അപ്പോൾ സംഘടന ഉണ്ടാക്കാൻ സ്വഹാബത്തിന്റെ ആവശ്യമില്ല. നിങ്ങളെ ഈ 3-15 വാക്കിലൊക്കെ 18 അല്ലേ? വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നോക്കണം, വളരെ കൃത്യമാണ്. നമ്മുടെ വാദത്തിൽ നിന്നും വിഷയാവതരണത്തിൽ നിന്നുമാണ് ചോദ്യം. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ സംഘടനയുണ്ടാക്കിയത്. നിങ്ങളുടെ അൽമനാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ചോദിക്കണില്ല ഇവിടെ സംഘടന ഉണ്ടാക്കലാണോ പ്രശ്നം? അല്ല, നിങ്ങൾ അതിനു വേണ്ടി പറഞ്ഞ ഉസൂൽ എന്താണ്? ആ ഉസൂലിനെ തൊട്ടപ്പോ നിങ്ങൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറി തെന്നി മാറാനുള്ള ശ്രമമാണ്. ഞങ്ങൾ അതിനനുവദിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ഉസൂലിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം വന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. സംഘടന ഉണ്ടാക്കാൻ അപ്പോൾ തെളിവിന്റെ ആവശ്യമില്ല. വേണ്ട. നിങ്ങളുടെ AP അബ്ദുൽ ഖാദർ മൗലവി എന്താണ് എഴുതി വെച്ചത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അംഗീകൃതമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ നിശ്ചയിക്കുന്നത് സ്വീകാര്യമല്ല. പറ്റൂല എന്നാ പറഞ്ഞത്. സംഘടനക്ക് നിങ്ങൾക്ക് വേറെ തെളിവും പിന്നെ നബിദിനത്തിന് വേറെ തെളിവും. ആമായ ആ ആയത്തിന്റെ തഹ്തിൽ നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ തെളിവ് കിട്ടുകയാണ്. അപ്പൊ നമുക്കത് പറ്റൂല, നിങ്ങൾക്കത് പറ്റും. ഇത് എവിടുത്തന്നെയായ വളരെ കൃത്യമാണ്. വിഷയത്തിന്റെയും വാദത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുമ്പോൾ
അപ്പൊ ദേഷ്യം വരിക. മര്യാദക്ക് ചോദ്യം ചോദിച്ചോന്നാ പറഞ്ഞത്. ചോദ്യം അകത്തിറച്ചിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അത്ര ദേഷ്യത്തിൽ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നോക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് പറയാണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? അപ്പൊ പറയും അത് വിഷയത്തിൽപ്പെട്ടതല്ല. അതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ക്യാപ്സൂൾ. ഇത് ആദ്യം തന്നെ എഴുതി കൊണ്ടുവന്നാ തോന്നുന്നത്. അത് വിഷയത്തിൽപ്പെട്ടത്. മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം, തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി സ്കൈപ്പാവാനുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയൂ. അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ മറുപടി പറഞ്ഞു. ആ ആയത്ത് തെളിവാണ്, അത് ആമായ ദലീലാണ്, അത് മതി, അതിന് ഖാസാക്കേണ്ട കാര്യമില്ല. അത് സംഘടന ഉണ്ടാക്കാൻ ഇബാദത്തല്ല. തെളിവ് പറഞ്ഞു, മറുപടി പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്ത എന്താണ്? രണ്ടാമത്തെ മറുപടി, തിരുപ്പിറവി റഹ്മത്താണോ? റഹ്മത്താണ്, റഹ്മത്താണ്, സംശയമില്ല. നബി തങ്ങൾ പറഞ്ഞു ഫീഹി യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ്, തിങ്കളാഴ്ച നോമ്പ് നോറ്റോളിയുന്ന, അന്ന് ബിരിയാണി നോടിയെന്നല്ല പറഞ്ഞത്. അപ്പം അത് റഹ്മത്താണ്. പക്ഷെ അത് നിങ്ങൾ ഞെഴ്മത്തായി കൊണ്ടെടുക്കാൻ ഇവിടെ, അവിടെയാണ് പ്രശ്നം. ഏതായിരുന്നാലും രണ്ട് ചോദ്യം മറുപടി പറഞ്ഞു. അപ്പം പറഞ്ഞ വിഷയം എന്താ? ഇപ്പം കാര്യശേഷം കൃത്യമായി വരുന്നുണ്ട്. എന്തായാലും ബിദ്അത്താണ് എന്നോർത്ത് ഇപ്പം തർക്കമില്ല. ബിദ്അത്താണ്, നബിയുടെ കാലത്തില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, അയിമ്മത്തുൽ പരിചയമില്ല. അത് നിങ്ങൾ ഇത്തിഫാഖാണ്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അയിമ്മത്തുൽ അർബഅക്ക് പരിചയമില്ല, പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അപ്പം അതൊക്കെ ക്ലിയർ ആണ്. ഇനി എന്താണ് സംഘടന ഉണ്ടാക്കി? അത് ഞാൻ പറഞ്ഞു, സംഘടന ഉണ്ടാക്കുക ഒരു കുഴപ്പമില്ല. ഇനി വേണ്ടി ഉണ്ടാക്കി കൂടി എത്ര സംഘടന ഉണ്ടാക്കുക, പിരിയും തോറും പിളരും തോറും നമ്മൾ സംഘടന ഉണ്ടാക്കുക. ഒക്കെ ഈ ആയത്ത് മതി, വേറെ ആയത്ത് ആവശ്യമില്ല. ആ ഒറ്റ ആയത്ത് മതിയൊക്കെ. അത് ഓരോ കാലത്ത് എന്താണോ ആമായി ഹൈറായത് അതൊക്കെ ചെയ്യാൻ വിരോധമില്ല. പിന്നെ നിയ്യത്ത് കൊണ്ട് ഇബാദത്താവൂലേ, അതാണ് നമ്മൾ പിടുത്തം. നിയ്യത്ത് കൊണ്ട് ഇബാദത്താവ് എന്ന് പറഞ്ഞപ്പോഴാണ് അസ്രി ഇബാദത്ത് അല്ലാതാക്കുമ്പോഴാണ്. അസ്രി ഇബാദത്ത് അല്ലാത്തിനല്ലേ നിയ്യത്ത് കൊണ്ട് ഇബാദത്ത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതെങ്ങനെയാണ് പിന്നെ മുൻകർത്തായി മാറുക? അതെങ്ങനെ ശൈത്താന്റെ മാർഗമായി മാറുക? അതെങ്ങനെ പിഴച്ച വാദമായി മാറുക? അവിടെയാണ് പിടുത്തം. ഇത് നിങ്ങൾ നിയ്യത്ത് കൊണ്ട് മാത്രം ഇബാദത്താക്കേണ്ട പരിപാടിയല്ല. നബിദിനാഘോഷത്തിൽ നിങ്ങൾ അസുരുണ്ടെന്നാണ് പറയുന്നത്. നബിദിനാഘോഷം അസുരുണ്ടെന്നത് മാത്രമല്ല, നബിദിനാഘോഷത്തെ നിങ്ങൾ ഈ റബീഉൽ അവ്വൽ എന്താ 930-40 ഈ റബീഉൽ അവ്വൽ എന്താണ്? നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത് എന്ന സുന്നി അഫ്കാറുകൾ തന്നെയാണ്. നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്, നിയ്യത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ല പറഞ്ഞത്. അത് വേറെ. അത് ഈ മുനാദറ, ഈ സംവാദം നിയ്യത്ത് ശരിയാണെങ്കിൽ നമുക്ക് കൂലി കിട്ടും. അതാണ് അപ്പറഞ്ഞ അർത്ഥം. എന്നാൽ അതുപോലെ ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ നോമ്പുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ വല്ല ഇബാദത്തുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. അതാണ് ഇവിടെ മർമ്മം. നബിദിനാഘോഷം ബിദ്അത്താണ്, അത് മുൻകറത്താണ്, വഴികേടാണ്, ളലാലത്താണ്. കാരണം മതത്തിൽ ഇല്ലാത്തത് മതത്തിലേക്ക് ചേർക്കലാണ്. നബിതങ്ങൾ റഹ്മത്തായതുകൊണ്ട് നബിദിനാഘോഷം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലോ. ഈസാ നബി റഹ്മത്തല്ലേ, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക വെച്ചിട്ട്? അത് വിഷയം വേറെയാണ്. നബിതങ്ങൾ റഹ്മത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതൊന്നും ഒരാളും തർക്കമുണ്ടായിട്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യമാണ്. അതേസമയം നിങ്ങൾ മതത്തിലേക്ക് പുതിയത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു, അതാണ് ഇവിടെ പ്രശ്നം. പിന്നെ സമയക്രമം, രൂപക്രമം ഇതുണ്ടാക്കാൻ പാടില്ല എന്ന് എ പി ഇത് ശരിയാണ്. അതിനാണ് ബിദ്അത്തിന്റെ അസ്ല്. നബിതങ്ങൾ ആമായി പഠിപ്പിച്ചതിന് നമ്മളെ വക സമയം വെക്കുക, നമ്മളെ വക രൂപം വെക്കുക, നമ്മളെ വക എണ്ണം വെക്കുക. എങ്ങനെ? യുദാഹി അശ്ശറഇയ്യ, ശറഇയ്യത്തിനോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ. അപ്പം അത് ബിദ്അത്താവും. എന്നാൽ സംവാദത്തിന് സമയം വെച്ചു, 10 ആരംഭിക്കാം, 15 മിനിറ്റ് അവതരിപ്പിക്കാം, 3 മിനിറ്റ് ചോദിക്കാം. ഇത് ബിദ്അത്താണോ? അല്ല. ഇതെന്താണ്? അതിനകത്ത് ആമായതെന്നുള്ളത്. അതേസമയം മതത്തിലേക്ക് നിങ്ങൾ പുതുതായി കൊണ്ടുവരുമ്പോൾ അത് എന്തായാലും പ്രശ്നം തന്നെയാണ്. അത് നിങ്ങൾ ശറഇൽ തന്നെ പെട്ടതാണ് എന്ന് നിങ്ങൾ എഴുതി, മൂല്യമുള്ള ഇബാദത്താണ് എന്ന് എഴുതി. മാത്രവുമല്ല, അബൂലഹബ് ഉദ്ഘാടനം ചെയ്തതാണ് ഇത്. നബിദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത് അബൂലഹബാണെന്നാണ് നിങ്ങൾ എഴുതി വിട്ടത് 989. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത് ബിദ്അത്ത് തന്നെയാകുന്നു, ഇത് മതത്തെ കൂട്ടിച്ചേർത്തതാകുന്നു. നബിതങ്ങൾക്കറിയാത്ത, സ്വഹാബത്തിനറിയാത്ത, താബികൾക്കറിയാത്ത, അയിമ്മത്തുൽ അർബഅക്കറിയാത്ത, ആദ്യ നൂറ്റാണ്ടുകൾക്ക് ആർക്കും പരിചയമില്ലാത്ത,
പിന്നീട് ഷിയാക്കൾ തുടങ്ങി വെച്ച, പിന്നീട് മുല്ലാ ഉമർ ഏറ്റെടുത്ത, പിന്നീട് മുദഫർ രാജാവ് ഏറ്റെടുത്ത ഒരു ഭരണ പരിഷ്കാരമായി കൊണ്ടുവന്ന, അതിന് ഇബ്നു ദഹിയ എന്ന് പറയുന്ന അന്നത്തെ രാജാവിനെ ഒപ്പിച്ച് നിൽക്കുന്ന ഒരാൾ ഉണ്ടാക്കി കൊടുത്ത മൗലിയും കൂടി തെളിവായി പിടിച്ചുകൊണ്ടാണ് അത് നാട്ടിൽ പിന്നെ പ്രചാരത്തിൽ വന്നത്. അല്ലാതെ ഇതിന് ഉത്തമ തലമുറയുടെ പിൻബലമില്ല. ഒരു ഇബാദത്താണെങ്കിൽ തീർച്ചയായും അത് നബിതങ്ങൾ ചെയ്യും, സ്വഹാബിമാർ ചെയ്യും, താബിഈങ്ങൾ ചെയ്യും, തബഉ താബികൾ ചെയ്യും. അവരാരും ചെയ്യാത്തൊരു ഇബാദത്ത് നമുക്കില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞല്ലോ, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. നബിയുടെ സ്വഹാബിമാർ ഇബാദത്തായി കാണാത്ത ഒന്നും നിങ്ങൾ ഇബാദത്തായി ചെയ്യരുത്. കാരണം ഫഇന്നൽ അവ്വല ലം യദദിൽ ആഖിരി മഖാല. ആദ്യ തലമുറകൾ അവസാനക്കാർക്ക് വേണ്ടി ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല പറയാതെ എന്നാണ്. നമ്മളെ വക പറയാൻ, നമ്മളെ വക ഉണ്ടാക്കാൻ ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളും ഞങ്ങളും ഇത്തിഫാക്കായി ആദ്യ തലമുറക്ക് പരിചയമില്ല, സ്വഹാബത്തിന് അറിയില്ല, താബികൾക്കറിയില്ല, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വക ദുർവ്യാഖ്യാനമാണ് എന്നിവിടെ ബോധ്യമായി. അതുകൊണ്ട് ഇനി അവരൊക്കെ ചെയ്തില്ലെങ്കിൽ നല്ലതാണോ അല്ലെന്നല്ലേ, അത് നല്ലതല്ല തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ. പിന്നെ വെറുതെ ഈ വാശിയും ബഹളും ഈ വക്കാണും ഇതിനൊക്കെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർ ചെയ്തത് മതി, അല്ലാത്തത് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീരുമല്ലോ. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം ലോകത്തിന് അനുഗ്രഹമാണോ എന്ന ചോദ്യത്തിന് ആണ് എന്നാണ് മറുപടി പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇതെന്തിനാ ചോദിച്ചതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം ലോകത്തിന് അനുഗ്രഹമല്ല എന്ന വിധത്തിൽ നിങ്ങൾ എത്രയോ എഴുതി വെച്ചത്. നിങ്ങളുടെ 96 അൽമനാറിൽ അൽ ഇസ്ലാഹിൽ നിങ്ങൾ എഴുതി വെച്ച എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെ തുലനപ്പെടുത്തിയത് നമുക്കൊരു പശുക്കുട്ടി ഉണ്ടായാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, നമ്മുടെ തെങ്ങിൽ ഒരു തേങ്ങയുണ്ടായാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത പോലെ എന്ന്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനെ ഇവർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതിനാ ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചത്. ഇതാ ഓരോ സംവാദം വരുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മുൻഗാമികളെ തള്ളേണ്ടി വരും. അൽ ഇസ്ലാഹിനെ നിങ്ങൾ തള്ളിക്കളയുകയാണ് എന്ന് മാത്രമല്ല, നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ തെളിവാകുന്നത് എന്ന ചോദ്യത്തിന് അത് സംഘടനയല്ലേ എന്ന്. ഖസ്ദുകൊണ്ട് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഖസ്ദുകൊണ്ട് ഒരു കാര്യം ഇബാദത്താകുമെന്ന് ഇമാമുമാർ വ്യക്തമായി പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങളുടെ സംഘടന ദീനുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങളുടെ സംഘടനക്ക് ആഖിറത്തിൽ പ്രതിഫലമില്ല. നിങ്ങൾ നോക്കണം, വിശുദ്ധമായ ഖുർആനിനെ മുൻനിർത്തിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കിയത്. അവർക്ക് കൃത്യമായി തെളിവ് പറയാൻ കഴിയണില്ല. ആ തെളിവ് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ, നബിദിനാഘോഷത്തിന് പറയുമ്പോൾ സ്വഹാബി ചെയ്യണം, താബീങ്ങളെ കിട്ടണം, ഇമാമുമാർ പറയണം, ഇമാമുമാർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതേ സമയത്ത് നിങ്ങളുടെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത വിധം നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം നിങ്ങളിതിങ്ങനെ ഓരോന്ന് പറഞ്ഞു കിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ കണ്ടോ, നബിദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം റഹ്മത്തല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെ നിസാരപ്പെടുത്തുന്ന പശുക്കുട്ടിയോട് എന്ന് പോലും നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് എത്രമേൽ അപകടകരമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നബിദിനാഘോഷ വിഷയത്തിൽ നിങ്ങൾക്ക് പല പരിണാമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന ന്യായീകരണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. നബിദിന ആഘോഷം തന്നെ ശിർക്കാണെന്ന നിങ്ങളുടെ വാദം ഏതെങ്കിലും ഖുർആൻ ആയത്തുകൊണ്ട് തെളിയിക്കാമോ? എങ്ങനെ നബിദിനാഘോഷം ശിർക്കാണ് എന്ന, നബിദിനാഘോഷം തന്നെ ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം ഏതെങ്കിലും വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൊണ്ട് തെളിയിക്കാമോ എന്നാണ് ചോദ്യം. ഞാൻ വിഷയത്തിൽപ്പെട്ടതല്ല എന്ന് പറയോ? നബിദിനാഘോഷം ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം അത് സ്ഥാപിക്കാൻ വിശുദ്ധമായ ഖുർആനിന്റെ ഏത് ആയത്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നോക്കണം, AP അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹം പറഞ്ഞെന്താ, സംഘടന എന്നുള്ളതല്ല, ഒരു രൂപവും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ കൃത്യമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ സ്വീകാര്യമല്ല. അപ്പൊ നിങ്ങളെ സംഘടനയും സ്വീകാര്യമല്ല. ഏതായാലും സംഘടന സ്വീകാര്യ പരലോകത്തല്ലേ. മൊയ്തീശേഖൻ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മനുഷ്യന്മാരെ ഞങ്ങളത് അതിനുണ്ടാക്കിയതല്ല. ഞങ്ങൾ ഉണ്ടാക്കിയത് അള്ളാനെ വിളിക്കാനും അള്ളാനെ ഇതിന് പഠിപ്പിക്കാനും ഖുർആനിൽ നിന്നും പ്രചരിപ്പിക്കുവാനുമാണ് ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയത്. ഈ സംഘടന ഇല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു സംഘടന മറ്റോ കൊണ്ടായപ്പോൾ ഞങ്ങൾ വേറെ ഉണ്ടാക്കിയത്, അതിനൊന്നും പ്രശ്നമില്ല ഇവിടെ. അതിനൊക്കെ ആമായ തെളിവ് മതി. ഏതായിരുന്നാലും ഉസ്താദോട് സൂചിപ്പിക്കാൻ നിങ്ങൾ നമ്മളെ വ്യവസ്ഥ വായിച്ചിട്ടില്ല എന്നാണ്. ഞങ്ങളുടെ വ്യവസ്ഥയിൽ എന്താണുള്ളത്? നബിദിനാഘോഷം
വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ തെളിവുള്ളതല്ല. നബിക്കോ സഹാബത്തിനോ താബികൾക്കോ തബിൾക്കോ മദ്ഹബിന്റെ ഇമാമമാർക്ക് പോലുമോ പരിചയമുള്ളതല്ല. അത് ബിദ്അത്താണ്. ഇത് നമ്മളെ വാദം. ഇത് നിങ്ങൾ നേരത്തെ വായിച്ചു നോക്കിയാണല്ലോ. ഇവിടെ വന്നപ്പോൾ മൂപ്പര് വൽഹാസിലും പറഞ്ഞല്ലോ. ഇന്ത്യ ആ വൽഹാസിൽ നിന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ലേ? നബിദിനാഘോഷം ഷിർക്ക നമ്മൾ പറഞ്ഞു കിട്ടണം, എന്നാൽ എളുപ്പമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഷിർക്കായതിന് ഷിർക്കാന്ന് പറയാൻ ഒരു മടിയില്ല. ഷിർക്ക് അല്ലാത്ത ഷിർക്കാന്ന് പറയാൻ ആരൊക്കെ പിന്നാലെ കൂടിയാലും അതിനെ എവിടുന്ന് പുറത്താക്കിയാലും നിങ്ങൾ തയ്യാറാവില്ല. അതാണ് ഞങ്ങൾ പ്രത്യേകത. ഷിർക്കായത് ഷിർക്ക് എന്ന് പറയും, ഷിർക്കല്ലാത്ത ഷിർക്കല്ല എന്നും പറയും. അതിനൊരു പ്രശ്നമില്ല. നബിദിനാഘോഷം ഷിർക്കാണ് എന്ന് നിരുപാധികം നബിദിനാഘോഷം എന്ന ആ ആഘോഷം ഷിർക്കാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയും എഴുതിയിട്ടില്ല. നിങ്ങൾ കണ്ണൂർ കമ്പിന് ഇതിനു വേണ്ടി ഒരു വാചകം പകുതിയേക്ക് വായിച്ചു. ഞങ്ങൾ പറഞ്ഞു ബാക്കി വായിച്ചോളി, പ്രശ്നം തീരുന്നു. നിങ്ങൾ അവസാനം വരെ വായിക്കാൻ തയ്യാറായില്ല. അതേ പണിയുമാറ്റപ്പം പിന്നെ വന്നെങ്കിൽ മനസ്സിലായി. നിങ്ങൾ ബാക്കി വായിക്കുക, അപ്പം നോക്കാം. മുജാഹിദ് പ്രസ്ഥാനം എവിടെയും എഴുതി വെച്ചിട്ടില്ല. നബിദിന ആഘോഷത്തിന് ഹുക്കം പറഞ്ഞപ്പോൾ ആ ആഘോഷം ഷിർക്കാകുന്നു എന്ന്. അങ്ങനെ ഹുക്കുമുണ്ടാവുക? ഷിർക്കിന് ഹുക്കുമാണ്. ഹുക്കും 5 ഉള്ളൂ. ഷിർക്കിൻ്റെ ഹുക്കം ഹറാമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇല്ലാത്ത വാദം നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുക, എളുപ്പമുണ്ടല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടും ആയാൽ പോലെ. ഇവിടെ 2 വന്നിരിക്കുന്ന ആവശ്യമുണ്ടോ? ഞങ്ങളുടെ വാദങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുക, ആ ഉത്തരം പറഞ്ഞാന്ന് പറയാം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നിരുപാധികം നബിദിനാഘോഷം എന്ന ആ ആഘോഷം ഒരു ആഘോഷം എന്ന നിലക്ക് അത് ഷിർക്കാകുന്നു എന്ന് എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി പല കാരണങ്ങൾ ഷിർക്ക് വന്നു ചേരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ പറയുകയും ചെയ്യാം. ഏതായിരുന്നാലും പരിണാമം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് വന്നപ്പോണ്ടായത്. പരിണാമം ഇവിടെ നിന്നാണ്. ഒരു വ്യവസ്ഥ എഴുതിയിട്ട് വാദവുമായി വന്ന് ആ കത്ത് മുമ്പിൽ വെച്ചിട്ട് അതിന് പരിണമിച്ച് വേറേക്ക് പോവുക. ഇതിലും ഒരു പരിണാമം വേറെന്താണുള്ളത്? ഇതൊന്നും അല്ല ഉസ്താദേ വേണ്ടത്. നേരെ കാര്യങ്ങൾ ചോദിക്കല്ലേ വേണ്ടത്. അപ്പം 3 ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറഞ്ഞു. സംഘടന ഉണ്ടാക്കാൻ ആ ആയത്ത് തന്നെ തെളിവ്. ആ ആയത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും സംഘടന ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. 2, നബിതങ്ങൾ ജന്മം റഹ്മത്താണോ? അതെ റഹ്മത്താണ് പറഞ്ഞു. അപ്പം ഞാൻ അൽമാലുണ്ട് നേരത്തെ പറഞ്ഞപ്പോൾ അൽമാല് പശുക്കുട്ടി തേങ്ങ ഒക്കെ പറപ്പ എന്ന മട്ടിൽ നിൽക്കണേ വെറ്റ് ബാക്കിൻ്റെ വെറ്റ്. അപ്പം നമുക്ക് ആ മട്ടങ്ങൾ പൊളിച്ച് ആ തേങ്ങയൊക്കെ പൊളിയുമ്പോടെ അങ്ങനെ പൊളിയാത്ത തേങ്ങയൊന്നും പെടില്ല. അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക വായിക്കി. അപ്പം ബാക്കി കൊണ്ടുവരാം. നബിതങ്ങളുടെ ജന്മം റഹ്മത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഞാൻ അല്ലാന്ന് ആര് പറഞ്ഞാൽ അല്ലാതെ നിൽക്കില്ലല്ലോ. ഒമാ അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ. നബിതങ്ങൾ പറഞ്ഞു ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, നോമ്പെടുക്കുന്ന പറഞ്ഞത്. നിങ്ങളോ നബിദിനാഘോഷം അന്ന് നോമ്പെടുക്കാൻ പറ്റൂല, അത് ഈദാണ്, പെരുന്നാളാണ് എന്നല്ലേ നിങ്ങളെ വാദം? അവിടെയാണ് പ്രശ്നം. ഏതായിരുന്നാലും നബിദിനാഘോഷം ഷിർക്കാണ് എന്ന നിരുപാധികം ഹുക്കം പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ ഭാഗമായി നിങ്ങൾ എമ്പാടും ഷിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായും അല്ലാതെയും വീടുകളിൽ പള്ളികളിൽ എല്ലാം നിങ്ങൾ പാടിപ്പറയുന്ന മാലപ്പാട്ടുകൾ, മൗലീദുകൾ, മങ്കൂസും സറഫനാമം മുതൽ അങ്ങോട്ട് എടുത്താൽ ഓരോന്നിലൂടെ കടന്നുപോയാൽ എത്രയാണ് ഷിർക്കിൻ്റെ വരികൾ. നബി തങ്ങളെ വിളിച്ച് നീക്കുന്നതിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മുതൽ അങ്ങോട്ട് എല്ലാ സ്ഥാനങ്ങളും പടച്ച റബ്ബിന് അവകാശപ്പെട്ട സ്ഥാനങ്ങൾ പടപ്പുകൾക്ക് വകവെച്ച് കൊടുക്കുന്നത് ആരെ പേരാണോ മൗലിദ് ഓർക്കൊക്കെ വകച്ചു കൊടുക്കുക. അപ്പം അവസാനം നിങ്ങളെ കൂട്ടത്തിൽ പാട്ട് പാടില്ലോ, മാലിക്കുൽ മുൽക്കാണ് മടവൂര്, അർശൻ്റെ ഉടയനാണ് മടവൂര് എന്നിവരെ പാടി. ഏതായാലും മുജാഹിദിലോ പാടിയത് അത് ഉറപ്പാണല്ലോ. 313 വചനങ്ങൾക്ക് പകരം ഞാൻ ഒറ്റ മദീനാണ് ആ രൂപത്തിലൊക്കെ പറയാൻ അതൊക്കെ ശിർക്കാണ്, കുഫറാണെന്ന് പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. നബിതങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ, അള്ളാഹുവിന്റെ സ്ഥാനം നബിതങ്ങൾക്ക് വകവെച്ചു കൊടുക്കുന്ന വരികൾ, അത്തരം ആശയങ്ങൾ നിങ്ങളെ മാല കിതാബിൽ, മൗലിദ് കിതാബിൽ എമ്പാടുമുണ്ട്. അതേപോലെ അടിസ്ഥാനമില്ലാത്ത കഥകൾ, ഒരു രേഖയുമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത കഥകൾ നേരത്തെ നിങ്ങൾ വായിച്ചല്ലോ. വിശാദത്തിൽ നിങ്ങൾ ബൈഹഖിന് വായിച്ചു. സാബിത്തായ മഹാസിലാണ് പറയേണ്ടത്, സ്ഥിരപ്പെട്ട തെളിവുള്ള മഹാസില പറയേണ്ടത്. മൗലിദ് കിതാബ് 90% പാച്ച നുണയാണ്. എവിടെ കിട്ടിപ്പോകുന്നവരാ? മങ്കൂസ് മൗലിദ് നടക്കത്തേൽ 10-100 നുണയാണ് അതിൽ കാണാൻ കഴിയുക. എന്ത് സാബിത്തായി നിങ്ങൾക്ക്? മുഴുവൻ കള്ളക്കഥ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടാണ് ഈ ഉമ്മത്തിൽ നിങ്ങൾ നബി സ്നേഹത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന്. നബി സ്നേഹം അങ്ങനെയല്ല. നബി സ്നേഹം നിങ്ങൾ വിഷാദത്തിൽ അവസാനം പറഞ്ഞ പോലെ ഒത്തിബാഉ ആസാരിഹി, നബിയുടെ ആസാറെ പിൻപറ്റലാണ് നബി സ്നേഹം. നബിയുടെ പേര് നുണ പറയുന്നത് നബി സ്നേഹമാണോ? കള്ളക്കഥ പറയുക അത് നബി സ്നേഹമാണോ? നബി വിളിച്ച് പ്രാർത്ഥിക്കുക അത് നബി സ്നേഹമാണോ? അതിൻ്റെ പേരിൽ നിങ്ങൾ ഭൗതികമായി ലാഭം ഉണ്ടാക്കുക അത് നബി സ്നേഹമാണോ? അത് നബി സ്നേഹം. എന്നൊരു പേരെന്താ? മുജാഹിദിക്ക് നബിന് സ്നേഹമില്ല. നിങ്ങൾ കാണിക്കുന്ന ആ സ്നേഹം നിങ്ങൾക്കേ ഉള്ളൂ, പിന്നെ ഷിയാക്കൊക്കെ ഉള്ളൂ, വേറാക്കില്ല. അത് വേറാക്കുണ്ടാവില്ല, അത് ഉണ്ടാകാൻ പറ്റൂല. നേരെ മറിച്ച് സ്വഹാബത്തെ സ്നേഹിച്ച പോലെ, താബിഈനെ സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാം. സംവാദത്തിന് വരുമ്പോൾ ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത്. ചെറുവാടിയിൽ നിങ്ങൾ അങ്ങാടിയിൽ നടത്തിയ പ്രസംഗം അത് ആവർത്തിക്കാനാണെങ്കിൽ നമുക്കിവിടെ LCD പ്രദർശിപ്പിച്ചാൽ പോരെ? ഈ പറഞ്ഞത് പിന്നെ ആവർത്തിക്കണോ? ഇത് നാട്ടുകാരൊക്കെ കേട്ടതല്ലേ? ഞങ്ങളുടെ ചോദ്യത്തിനാണ് മറുപടി. ഈ സംവാദത്തെ നിങ്ങൾ പരിചയപ്പെടുത്തിയത് തന്നെ ഇതൊരു വൈജ്ഞാനിക സംവാദം എന്നാണ്. വൈജ്ഞാനിക സംവാദത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പഠിച്ചത് പറയലാണോ?
നബിദിനാഘോഷത്തെ നിങ്ങൾ എതിർക്കുന്നതിൻ്റെ മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി വേണം. ആ ചോദ്യങ്ങളോട് മുഖം തിരിഞ്ഞിട്ട് കാര്യമില്ല, വിഷയം മാറ്റിയിട്ടും കാര്യമില്ല. അത് നിങ്ങളുടെ അനുയായികൾക്ക് മുമ്പിൽ ജാമിയത്തുൽ ഹിന്ദിൽ കുട്ടികളോട് പറയാ, സംവാദത്തിന്റെ വേദിയിൽ പറ്റൂല. അതിന് ഞങ്ങൾ ഈ ദിവസം മെനക്കെടുത്തി വന്നിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പിരിഞ്ഞുപോയ നാട്ടുകാർ നിങ്ങളെ ചോദ്യം ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മുതൽ ഓരോ ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ്? ഇത് വൈജ്ഞാനിക സംവാദമായതുകൊണ്ടാണ്, വൈകാരിക സംവാദമല്ല. അവിടെ ന്യായ വൈകല്യങ്ങളോ ഫാലസിയോ പറഞ്ഞുകൊണ്ട് ഉകുലൂത്തിട്ടിട്ട് ആളുകളെ പഠിപ്പിക്കരുത്. കൃത്യമായി ഓരോ ചോദ്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ആയത്തോതിയിട്ട് നബിദിനം ആഘോഷിക്കരുത്, ആയത്തോതി നബിദിനം ആഘോഷിക്കരുത്. നാട്ടുകാരെ നിങ്ങളൊക്കെ കേട്ടിട്ടില്ല അങ്ങാടിയിൽ പ്രസംഗിക്കുന്നത്, നബിദിനത്തിന് ആയത്തോതരുതേ. അവിടെയാ ചോദ്യം വന്നത്, സംഘടന ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ആയത്തോതി? ആ ആയത്ത് ഇമാമുകൾ ആരും കണ്ടില്ലേ? അവർക്കാർക്കും അതിൽ നിന്ന് അങ്ങനെ ഒന്നും പഠിഞ്ഞില്ലേ? ചോദ്യം പ്രസക്തമാണ്. നബി തങ്ങളുടെ ജനനം അനുഗ്രഹമാണോ? ആ ചോദ്യം വെറുതെ വന്നതല്ല. നബിദിനാഘോഷത്തെ എതിർത്തുകൊണ്ട് നിങ്ങളുടെ ആചാര്യൻ റഷീദ് പോലും പറഞ്ഞു വെച്ചത്, നബിദിനം ആഘോഷിക്കുന്നതിന് എതിർപ്പ് എന്തുകൊണ്ടാണ്? ആ ജനനത്തിന് പുണ്യമില്ലാത്തത് കൊണ്ടാണ്, ജനനത്തിന് മഹത്വമില്ല. നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞു. ബാക്കി പറയുന്ന നിങ്ങളുടെ വാക്സർത്തുകളൊക്കെ രണ്ടാം ഭാഗമാണ്. നിങ്ങളുടെ അടിസ്ഥാനം നബി തങ്ങളുടെ ജനനത്തെ ഇകഴ്ത്തിക്കെട്ടലാണ്. അത് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, റഷീദ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് പകർത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് മോഡേണിസത്തിന്റെ അടിസ്ഥാന വേരുകളാണത്. ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഈ തോന്നൽ വരുന്നത്. ആ തോന്നലിൽ നിന്നാണ് തെളിവ് അന്വേഷിച്ചത്. ആ തെളിവിൽ നിന്നാണ് പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത്. അവിടെയാണ് ചോദ്യത്തിന്റെ മർമ്മം. നബി തങ്ങളുടെ ജനനം അനുഗ്രഹമാണോ അല്ലേ? ആണോ അല്ലേ എന്ന ചോദ്യത്തിന് എന്താ പറഞ്ഞത്? ആണ്, അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു വെച്ചതിന് മറുപടി പറയേണ്ടി വരും. ഉത്തരമുണ്ടായില്ല. പിന്നെ നിങ്ങൾ നബിദിനാഘോഷം ശിർക്കാണ് എന്ന് പലതവണ പല ഘട്ടങ്ങളിലും പറഞ്ഞു. ആ ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ ശിർക്കാണെന്നതിന് നിങ്ങൾ തെളിവ് ഉന്നയിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ വസീലത്തു ശിർക്കുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഇസ്തംതാന്റെ ആയത്തോതാ. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ല. പക്ഷെ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ നബിദിനാഘോഷം ശിർക്കാണ് എന്ന വാദത്തിൽ നിങ്ങൾക്ക് ആ പറയുന്ന വാദത്തിന് നിങ്ങൾക്ക് ഏത് തെളിവാണ് ഖുർആനിൽ നിന്ന് ഉന്നയിക്കാനുള്ളത്? നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം ഇവിടെ അവസാനിക്കുന്നത്, ഇവർ ശിർക്കാണ് എന്ന് പറഞ്ഞ കാര്യം വെറുതെയല്ല. ശിർക്കാണ് എന്ന് പറഞ്ഞ കാര്യം ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിദിനം ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലത്ത് പറഞ്ഞത്. ശിർക്കാണെന്നത് ഹുക്മ തന്നെയാണ്, അത് പറഞ്ഞിട്ടായി ഇല്ലത്ത് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ തെളിവ് നിങ്ങൾ പറയണം. അപ്പം ഞാൻ ഉത്തരം പറഞ്ഞാൽ പരാതി. ചോദ്യം ചോദിക്കണ്ടേ? ചോദിച്ചെങ്കിൽ ഉത്തരം പറയാം. ആകെ 3 ചോദിച്ചാലും 3 അപ്പൊക്കെ ഉത്തരം പറഞ്ഞു. ഇപ്പം ചോദ്യമില്ല. ഇപ്പം 4ാമത്തെ ചോദ്യം ഇല്ല. ഇപ്പം ഞാൻ എന്താ കാട്ടുക? ഞാൻ പ്രസംഗിക്കില്ല എന്താ കാട്ടുക? ചോദിച്ചെങ്കിൽ ഉത്തരം പറയാം. ആദ്യം ചോദിച്ചു സംഘടന ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നബി ജനിച്ചത് റഹ്മത്താണെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾ 3 ചോദ്യം ചോദിച്ചു, 3 കൃത്യമായി മറുപടിയും പറഞ്ഞു. അപ്പം 4ാമത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ നിർബന്ധമില്ലെങ്കിൽ ഇറങ്ങാറാക്കണമെന്നില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഇൻഷാ അല്ലാഹ് അപ്പോൾ തൗഫീഖ് കൂടി പറയുകയും ചെയ്യും. ഞങ്ങൾ കവലയെ പ്രസംഗിച്ചാലും സംവാദത്തെ പ്രസംഗിച്ചാലും മുഖാത്തെ പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് ഒറ്റ പ്രസംഗം. നിങ്ങളെ മാതിരി കവലയിൽ വേറെ, സംവാദത്തിന് വേറെ, മുഖാമത്തിന് വേറെ, സ്വന്തം മണികൾക്കിടയിൽ വേറൊന്ന്, അതൊന്നുമില്ല. അങ്ങനത്തെ പരിപാടി നമുക്കില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്നാണ് പറയുക. കാരണം ഞങ്ങളത് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ വ്യക്തങ്ങൾക്കത് പറ്റൂല. നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലത്തും പറയുന്നത് എന്താണ്? നബിദിനാഘോഷം ദൈവത്തെ കഥനേക്കാളും പുണ്യമാണ്. നിങ്ങൾ വാദം എഴുതിയപ്പോൾ അത് എഴുതിയോ? ഇനി എഴുതും. നിങ്ങൾ എഴുതൂല്ല. ഇത്രയും കാലം നബിദിനാഘോഷ സംവാദത്തിൽ എവിടെങ്കിലും എഴുതിക്കണോ ഈ റബീഉൽ അവ്വൽ 12 ദൈവത്തെ പുണ്യമാണ്? അങ്ങനെ വാദം എഴുതിയിട്ട് നിങ്ങൾക്ക് സംവാദം നടത്താൻ നിങ്ങളെ കൊണ്ട് കയ്യൂർ നമ്മൾ വെല്ലുവിളിക്കണമെന്നില്ല. കഴിയാത്ത പണി വിളിക്കാൻ പാടില്ലല്ലോ. അതേപോലെ 2 പെരുന്നാളേക്കാളും വലിയ ആഘോഷമാണ്. എത്ര സ്ഥലത്ത് നിങ്ങൾ എഴുതി പ്രസംഗിച്ചു? എന്താ ഇവിടെ എഴുതാത്തത്? 3ാമത്തെ ഈദാണെന്ന് പറഞ്ഞു, എന്തെങ്കിലും എഴുതാത്തത്? പിന്നെ എന്താ നിങ്ങളെ വാദിയത്? ശിർക്കാണ് എന്നത് ശരിയല്ല. ശിർക്കാന്ന് ആരെ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. നബിദിനാഘോഷം എന്നത് ഒരു ആഘോഷം എന്ന നിലക്ക് അത് ശിർക്കാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടേയില്ല, എഴുതിയിട്ടില്ല. ഉറപ്പാണ്, സംശയമില്ല. നിങ്ങളവിടെ ഉമർ മൗലവിൻ്റെ അടയാളം വെച്ചല്ലോ. നിങ്ങൾ ബാക്കി പറഞ്ഞുതരാം. അതുകൊണ്ടൊന്നും കാര്യമില്ല ഉസ്താദുമാരെ. അവിടെ നിങ്ങൾ 3 ചോദിച്ചു, കൃത്യമായി ഉത്തരം പറഞ്ഞു. 4ാമത് ചോദ്യമില്ലാത്തത് കൊണ്ട് ഞാനിത് പ്രസംഗിക്കുന്നു. സഹോദരങ്ങളെ, എന്തിനാണ് നമുക്ക് ഈ പുത്തനാചാരം? ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഇപ്പം നിങ്ങളും ഞങ്ങളും ഇത്തിഫാക്കായി സംവാദം തുടങ്ങി ദേശമായപ്പോഴേക്ക് നമ്മൾ ഇത്തിഫാക്കായ കാര്യം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഘോഷിച്ചിട്ടില്ല, സ്വഹാബിമാർ ആഘോഷിച്ചിട്ടില്ല, താബിഈങ്ങൾ ആഘോഷിച്ചിട്ടില്ല, തബഉ താബിഈൻ ആഘോഷിച്ചിട്ടില്ല,
4 മദ്ഹബിന്റെ ഇമാമുമാർ അയിമത്തുൽ അർബ ആഘോഷിച്ചിട്ടില്ല. ഇതിലിപ്പോൾ തർക്കമില്ലല്ലോ. ഇനി ഷിയാക്കൾ തുടങ്ങി, അതിനും തർക്കമില്ലല്ലോ. ഇത് അൽ മുബാറക്ക് എഴുതിയാണ്. സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന ഒരുപാട് വിഷയം വന്നപ്പോൾ അവിടെ എണ്ണിപ്പറഞ്ഞ ഒന്നാണെന്ത്, നബിദിനാഘോഷ വിഷയത്തിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. അതാണ് അതിന് ഔഷായസനെ പറഞ്ഞ അതിന് ഒരു തുണിയെടുക്കുന്നുണ്ട്, നമ്മൾ തുണിയെടുക്കുന്നില്ല എന്നാണ്. അതല്ല ഇവിടെ വിഷയം, അതല്ല ഇവിടെ വിഷയം. ശറഇൽപ്പെട്ടതാണ് ഞങ്ങൾ എഴുതിയത്. അതേപോലെ മൂല്യമുള്ള ഇബാദത്ത് എന്തെങ്കിലും ഉണ്ടാത്തത് ഇപ്പോൾ സംഘടന മതി. നിങ്ങൾക്ക് വാദമുണ്ടോ നബിദിനാഘോഷം സംഘടന ഉണ്ടാക്കുന്ന പോലെയാണിത്? അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയ പോലെ തന്നെയാണ് നബിദിനാഘോഷം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ പറയും. അപ്പം പിന്നെ ആയത്ത് തോന്നേണ്ട ആവശ്യമില്ല, അപ്പം ഹദീസ് വേണ്ട ആവശ്യമില്ല, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമാമികൾ കിതാബൊന്നും ആവശ്യമില്ല. അത് അപ്പം ഈ കണ്ട എല്ലാ സുന്നി അഫ്കാറും വലിച്ചെറിയണ്ടിരും. ഇത് മൂല്യമുള്ള ഇബാദത്താണെന്ന് എഴുതിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വ്യവസ്ഥയും ഈ നിലക്ക് വാദപ്രതിവാദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മതത്തിൽ കൂട്ടിച്ചേർക്കല്ല. നബിയെ സ്നേഹിക്കാൻ സംശയമൊന്നുമില്ല, നബി റഹ്മത്ത സംശയമല്ല. നബിതങ്ങളുടെ ജന്മം റഹ്മത്ത് അല്ലാത്തത് കൊണ്ടല്ലേ നബിദിനം പാടില്ല എന്ന് പറഞ്ഞാൽ, അല്ല റഹ്മത്ത് ആയതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞത്. കാരണം എന്താ, നബിതങ്ങൾ ജനിക്കുന്ന മുമ്പ് ആർക്കും എന്തുണ്ടാക്കാൻ പാടില്ല. നബിതങ്ങളാകുന്ന റഹ്മത്ത് വന്നു, ഇനി ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല. ഇനി വഹയി പ്രകാരം നബിതങ്ങൾ പറഞ്ഞു തരും, അതിൻ്റെ ഒപ്പം പോയാൽ മതി. ആ നബിതങ്ങൾ പറഞ്ഞു തന്നില്ല. നബിയെ സ്നേഹിക്കാൻ നബിതങ്ങൾ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലാൻ നബിതങ്ങൾ പറഞ്ഞു, നബിയെ സ്വന്തത്തേക്കാൾ മാതാപിതാക്കളെക്കാൾ ഏറെ സ്നേഹിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞു. എന്താ എല്ലാ വിഷയവും പഠിപ്പിച്ചു. നബിയുടെ പേര് കേട്ട സ്വലാത്ത് ചൊല്ലേണ്ട രീതി പോലും പറഞ്ഞു. പക്ഷേ ഒരു സൂചന കൊണ്ടെങ്കിലും ഞാൻ ജനിച്ച മാസം, ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കണേ, അന്ന് പെരുന്നാളേക്കാളും ഈദാകുന്നു, ലൈലത്തുൽ ഖദ്ർ 1000 മാസമാണെങ്കിൽ ഇത് അതിലേറെ പുണ്യമാകുന്നു എന്നൊരു സൂചന പോലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് എന്തിനാണ് ഷിയാക്കളുടെ ആചാരം? നമുക്ക് സ്വഹാബത്തിന് ആചാരം പോലെ, താബീങ്ങൾ ആചാരം പോലെ സ്വഹാബത്ത് സ്നേഹിച്ചതിനേക്കാൾ ഏറെ സ്നേഹിക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. അതാ ഇമാമിങ്ങൾ പറഞ്ഞത്, അവരുടെ സ്നേഹമെന്നത് ആ സ്നേഹം ലാ യബ്ലുഗു, ആ സ്നേഹത്തോളം എത്തുകയില്ല. നമ്മളെല്ലാവരും കൂടിയാലുള്ള സ്നേഹം പോലും ഒരു സ്വഹാബിയുടെ സ്നേഹത്തിലേക്ക് പോലും എത്തുകയില്ല. എന്നാൽ ആ സ്വഹാബത്ത് ചെയ്യാത്ത ഒന്ന് നമ്മൾ ചെയ്തിട്ട് ഇബ്നു മസ്ഊദ് ചോദിച്ച പോലെ ഔ ഫുഖത്തും അസ്ഹാബ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരെക്കാളും മേലെ പോകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ദിക്ർ ചെയ്ത ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാരോട് ഇബ്നു മസ്ഊദ് പണ്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. നമുക്ക് ഈ ബിദ്അത്ത് ആവശ്യമില്ല, ഇത് നല്ല ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് എന്ന ഒന്ന് ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല, അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. ഇത് ദുഷിച്ച ചീത്തയായ ബിദ്അത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ ബിദ്അത്ത് വേണ്ടത് തീരുമാനിക്കാം. നമുക്ക് സുന്നത്ത് മതി, നബിയുടെ മാർഗം മതി, സ്വഹാബത്തിന്റെ മാർഗം മതി, താബീങ്ങളുടെ മാർഗം മതി, അയിമത്തുൽ അർബയെ പഠിപ്പിച്ച ഇസ്ലാമികമായ അധ്യാപനം മതി. അല്ലാത്തൊന്നും ആവശ്യമില്ല. അതിനപ്പുറത്ത് അൽമനാറിൽ വന്നാലും എവിടെ വന്നാലും അൽമനാർ ദലീലല്ല. അൽമനാറിൽ സ്വീകരിക്കാൻ പറ്റുന്നോ സ്വീകരിക്കാം, അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കാം. അത് എല്ലാത്തിനും നമുക്ക് നിലപാട് അത് തന്നെയാകുന്നു. ഏതായാലും തള്ളാൻ നേരത്തെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. തള്ളാനുള്ളതൊക്കെ ഞങ്ങൾ തള്ളിക്കോടാന്ന് പറയുന്നത്. തള്ളാനുള്ള കിതാബ് ഇവിടെ റെഡിയാണ്. എല്ലാ കിതാബുകളും നിങ്ങളുടെ പുസ്തകങ്ങളും തള്ളേണ്ടി വരും, സെൽസബിയിൽ തള്ളേണ്ടി വരും. പിന്നെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്ന് ഞങ്ങളോടെങ്കിലും പറഞ്ഞോ? ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലയോ ചോദ്യാവസരത്തിൽ പിന്നെ നിങ്ങളുടെ ചോദ്യാവസരത്തിൽ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ തെളിയിച്ചു തരാം. നബിദിനാഘോഷത്തിൽ പുണ്യമില്ലാതെ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതാ തള്ളാൻ ഒന്നാമത്തെ പുസ്തകം റെഡി. ഒന്നാമത്തെ പുസ്തകം ഇതാ നിങ്ങളുടെ സെൽസബീലിന്റെ പ്രസ്താവന എന്താണ്? മൗലിദ് കഴിക്കൽ ശിർക്കാണെന്നു പറയാൻ കാരണം അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുകയും എന്ന് പറഞ്ഞ് വിശദാംശങ്ങൾ പറയാൻ. അപ്പൊ മൗലിദ് കഴിക്കൽ ശിർക്കാണ് എന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് തടസ്സമില്ല. മൗലിദ് കഴിക്കൽ ശിർക്കാണ്. ആ ഇസ്നാദിൽ നിങ്ങൾക്ക് കൈദില്ല. ഇസ്നാദ് നിങ്ങൾക്ക് ഇത്ലാഖ് തന്നെയാണ്. ഇസ്നാദിന് ശേഷമാണ് ഇല്ലത്ത് പറഞ്ഞത്. ഇല്ലത്ത് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇസ്നാദിൽ നിങ്ങൾ എവിടെയും കൈദ് പറഞ്ഞിട്ടില്ല. മൗലിദ് ശിർക്കാണ്. പിന്നെ കാരണം എന്താണ്? ആ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിശദീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ നബിദിനാഘോഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നിങ്ങൾക്ക് പുണ്യമാണ് എന്നോ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നോ എന്നാണ് നബിദിനാഘോഷത്തെ കുറിച്ച് നിങ്ങളുടെ നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞത്. നബിയുടെ ജനനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നതിന്, നബി തങ്ങളുടെ ജനനം അനുഗ്രഹമാണ് എന്നല്ല നിങ്ങളുടെ വാദം. യഥാർത്ഥത്തിൽ മക്കയിൽ ഖുറൈശി കുടുംബത്തിൽ അബ്ദുല്ലാക്കും ആമിനാക്കും ഒരു കുട്ടി ജനിച്ചത് ലോകത്തിന് അനുഗ്രഹമാണെന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഇസ്ലാമിക് മോഡേണിസ്റ്റുകളുടെ ഭാഗമാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടി ജനിച്ചാൽ അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് കേവലം ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള സന്തോഷം മാത്രമാണ്. കേവലം ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള പ്രകൃതിയുടെ സന്തോഷം. എൻ്റെ കൂട്ടുകാരൻ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം പോലെ, അതുപോലത്തെ സന്തോഷമാണോ? ഇതാ തള്ളാൻ 2 പുസ്തകം റെഡി. ബാക്കിയുള്ള പുസ്തകം ഇവിടെ ഉണ്ട്, ഡസ്റ്റ്ബിനോടെ കൊടുന്നേച്ചാൽ മതി. തള്ളാൻ ഞങ്ങൾ റെഡിയാണ്.
പിന്നെ അൽമനാർ ഞങ്ങൾ തള്ളിക്കോളാതെ മൂപ്പർ എന്നെ പറഞ്ഞതുകൊണ്ട് അത് നിങ്ങൾ തന്നെ തള്ളിയാൽ മതി. അതുകൊണ്ട് ഇനി മുതൽ തള്ളൽ തന്നെയായിരിക്കും ബാക്കി. അതുകൊണ്ട് നേരത്തെ ചോദ്യമില്ല എന്ന് പറയേണ്ട, ഇവിടെ എണ്ണി പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇത് ഉസൂലിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ അടുത്ത ചോദ്യം പിടിച്ചോളൂ. നിങ്ങൾ പറയുന്നത് ഖുർആനിന്റെ ആയത്തോതി പുതിയ രീതികൾ കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ? എന്നാൽ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. നബിയോ സ്വഹാബത്തോ താബിയകളോ ഇമാമുകളോ വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്താത്ത ഒരു കാര്യം, ഒരാൾ യാ അയ്യുഹല്ലദീന ആമനൂ ഇനാ നാജൈതുമുർ റസൂല ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖ, നിങ്ങൾ നബി തങ്ങളോട് മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളോട് മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കണമല്ലോ, എങ്കിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ എന്തായാലും സ്വതക്ക വേണ്ടേ എന്നൊരാൾക്ക് തോന്നി. എന്നിട്ട് അയാൾ തീരുമാനിക്കുകയാണ്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ നിസ്കാരത്തിന് പോകുമ്പോൾ ഈ ആയത്തിനെ മുൻനിർത്തി തെളിവാക്കി സ്വീകരിച്ചിട്ട് ഒരു സ്വതക്ക കൊടുക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ വാദപ്രകാരം അത് ബിദ്അത്താണോ അല്ലേ? പറയണം. എന്തുകൊണ്ട്? ഈ സംഭവത്തിൽ എന്തുണ്ട്? ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പതിവാക്കലുണ്ട്, പ്രത്യേകത കൽപ്പിക്കലുണ്ട്, സമയം നിശ്ചയിക്കലുണ്ട്, തഖ്സീസ് ഉണ്ട്, ഖുർആൻ കൊണ്ട് തെളിവ് പിടിക്കലുമുണ്ട്. ചോദ്യം കിട്ടിയില്ല എന്ന് പറയണ്ട, മറുപടി പറഞ്ഞോളൂ. ഏതോ അൽഹംദുലില്ലാഹ് എത്ര പെട്ടെന്ന് തീരും വിചാരിച്ചിട്ടില്ല. നമുക്ക് വേണേൽ അവസാനിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വൈകുന്നേരം വേണ്ടി നിൽക്കണം, നമ്മൾ ഇറങ്ങാതാക്കണമെന്നില്ല. ഇപ്പം എന്താ ചോദിക്കണത്, എവിടുന്നാ ചോദിക്കുന്നത്? ഇപ്പം ഇനിയിപ്പോൾ അള്ളാഹ് സ്വതക്ക എടുക്കുക അപ്പം ചോദിക്കണേ. അപ്പോൾ അവിടെ എത്തി. നബിദിനൊക്കെ പോയി, നിങ്ങൾ നബിദിനം തീരുമാനിക്കും. എന്നിട്ട് പറയാ നബിദിനം തീരുമാനമാക്കിയിട്ടല്ലേ ബാക്കി, അപ്പോഴേക്ക് പോകല്ലേ. ഇവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്താ ഇസ്ലാമികമാണോ അല്ലേ അത് തെളിയട്ടെ. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞു. പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തമിഴ് താബിക്ക് പരിചയമില്ല, അയിമത്തുൽ അർബഅക്ക് പോലും പരിചയമില്ല. ഇവിടെ ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു പൂതിക്കെങ്കിലും അല്ല ഒരിക്കൽ പരിചയമുണ്ട് എന്ന് പറഞ്ഞൂടെ? അതെന്താ പറയാൻ ധൈര്യമില്ലാത്തത്? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിച്ചോളിയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതായാലും നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നുമില്ല. നിങ്ങളെ വിശ്വാസത്തിൽ അത് സ്ഥാപിക്കാൻ കഴിയൂല. ഇപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും അത്രയും പറയാൻ കഴിയും, നമുക്ക് ഉറപ്പല്ലേ? നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ അവസ്ഥ, പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ അവസ്ഥ? നിങ്ങൾ ചോദ്യത്തിൽ നിങ്ങൾ കുഴങ്ങിക്കുകയാണ്. അപ്പം ഇനി മറുപടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഉസ്താദ് അതൊന്നും വേണ്ട, ആ വക ശൈലൊന്നും വേണ്ട, നമുക്ക് ഉള്ളപ്പോൾ ചർച്ച ചെയ്യാം, ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതൊരു വാശി വേണ്ടല്ലോ. നമ്മൾ രണ്ട് കൂട്ടരും മധ്യസ്ഥന്മാരെ പറഞ്ഞു, വിശ്വസിക്കുമ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു നിലപാടിലേക്ക് പോകാം. ഇവിടെ ഏതായിരുന്നാലും ആദ്യ നൂറ്റാണ്ട് ഇല്ല എന്നത് ഇത്തിഫാക്കായി, സംശയമില്ല. എങ്കിൽ അവിടെ നിന്നാൽ പോരെ? ആ നബിയും സഹാബകളും താബികളും തമിഴ് താബികളും ഒക്കെ ചെയ്തത് പോരെ നമുക്ക്? അതിനപ്പുറത്തേക്ക് പോകേണ്ട എന്തു കാര്യമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ 3 ചോദ്യം ചോദിച്ചു, 3 കൃത്യമായി ഉത്തരം പറഞ്ഞു. പിന്നെ ഉത്തരം ആയിട്ടില്ല നിങ്ങൾ പറയും, സമാധാനത്തിൽ നല്ലതാണ്. നിങ്ങൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്, ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ തീരുമാനിച്ചോട്ടെ, ഉത്തരം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ, അത് ഉത്തരമായിട്ടുണ്ടോ ഇല്ലേ, അതൊക്കെ ആളുകൾ തീരുമാനിച്ചോട്ടെ. ഇനിയിപ്പോൾ എന്താ, നബിതങ്ങളുമായി മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അത് തെളിവാക്കിയിട്ട് ഒരുത്തം പറയാ, എന്നാൽ അള്ളാഹുമായി മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചാലോ? അത് ശരീഅത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഇബാദത്തായി കൊണ്ടുവരികയാണെങ്കിൽ, തഖ്സീസ് കൽപ്പിക്കുകയാണെങ്കിൽ അത് ബിദ്അത്തായി മാറും. എന്താ സംശയം? മാത്രമല്ല ആയത്തന്നെ മൻസൂഖാണ്. നിങ്ങൾ ഇല്ലത്തും കൈതൊക്കെ പറഞ്ഞതിന് മുമ്പ് അത് ആ ആയത്ത് ആ ഹുക്കം ഇപ്പം ഇല്ല. അടുത്ത ആയത്ത് അല്ലാഹ് പറഞ്ഞു അഷ്ഫഖതും അൻ തുഖദ്ദിമു എന്ന ആയത്തിലൂടെ ഈ ആയത്തിൽ പറഞ്ഞ ഹുക്കം മൻസൂഖായിട്ടുണ്ട്. അപ്പം മൻസൂഖായ ആയത്തുമെന്ന് എടുത്ത് തെളിവാക്കിയാൽ അതന്നെ പറ്റൂല. പിന്നല്ലേ ബാക്കി? അത് ഉസൂലിനാണ്. നിങ്ങൾ ചോദിച്ച ഉസൂലിനാണ്. ഇത് ഏത് ഫുറൂ പറയുന്ന കാര്യം അപ്പം അത് അവിടെ ഉസ്താദ് എന്തിനാണ് അങ്ങനെയൊക്കെ പോണത്? ആ ആയത്തിൻ്റെ ഹുക്കം ഇപ്പം നിലവിലില്ല. അത് അല്ലാഹ് നസ്ഖ് ചെയ്തു. രണ്ടാമത്തെ ആയത്തിൽ അഷ്ഫഖതും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ എന്ന രണ്ടാമത്തെ ആയത്തിലൂടെ ഈ ആയത്തിൻ്റെ ഹുക്കം അല്ലാഹ് ദുർബലപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന് നിലവിലില്ല. അവിടെ അതിനൊരു ഹുക്കം ഉണ്ടാക്കാട്ട് പറ്റൂല. ഇതൊക്കെ നമ്മളെ കോലം. ഇതിനെ ഞങ്ങൾ പല മൻഹജു സലഫ് വേണമെന്നുള്ളത്. മൻഹജു സലഫ് വിട്ടാളെ പ്രശ്നതാണ്. ഒരു ആയത്ത് ഓതോ ഓരോരുത്തർക്ക് തോന്നുന്ന അങ്ങനെ ആക്കിയാലോ? അപ്പോൾ അതാണ് മുമ്പ് തോന്നിയത്. ഈ ആയത്ത് ഓതുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ആക്കിയാലോ? അങ്ങനെ തോന്നാൻ പറ്റില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ അങ്ങനെ ഓരോരുത്തർക്ക് തോന്നി ഉണ്ടാക്കിയാൽ പിന്നെ ഇസ്ലാമിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഇസ്ലാമിൽ ഉണ്ടാകുന്നവർക്ക് അള്ളാഹു തആല വഹ്യായി ഇറക്കിയിട്ടുണ്ട്, നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന നബി ഞങ്ങൾ പറയുകയും ചെയ്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ ദീനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ആയിക്ക് നമ്മളിങ്ങനെ തോന്നിയിട്ട് ഓരോരുത്തർക്ക് ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും ദീനായി സ്വീകരിക്കാൻ ഒരാൾക്കും ബാധ്യതയില്ല. അതുകൊണ്ട് ഈ ബിദ്അത്ത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ആ ബിദ്അത്ത് നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്താ ശിർക്കാന്ന് വാദല്ല പറഞ്ഞപ്പോൾ ഇതാ സൽസബീൽ എഴുതിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ടെന്താ ഇല്ലത്ത് പിന്നെയാണ് പറഞ്ഞത്. അപ്പം ഇല്ലത്ത് പറഞ്ഞേക്കണതേ, ഇല്ലത്ത് പറഞ്ഞേക്കണ്, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്തിനാ ഈ തട്ടിപ്പ്? അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് നിരുപാധികം ആഘോഷം എന്ന നിലയ്ക്ക് ഹുക്കുമായി പറഞ്ഞപ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റു ചില കാരണങ്ങളാൽ
അത് ഷിർക്കായി വരും. അതാ പറഞ്ഞ ഷിർക്കാവാൻ കാരണം കേട്ടോ. ഷിർക്കാവാൻ കാരണം ആഘോഷം ഷിർക്കാണെങ്കിൽ പിന്നെ ഷിർക്കാവാൻ കാരണം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവിടെ മനസ്സിലായി. അതുകൊണ്ട് അത് ശരിയല്ലല്ലോ. ഇല്ലത്തെ ശേഷം പറഞ്ഞില്ലേ അല്ലെ ഹുക്കുമു യദൂറു എന്നല്ലേ. അതുകൊണ്ട് ആ അസ്ലി വെച്ച് തന്നെ നോക്കി നിങ്ങളെ ചോദ്യം ശരിയല്ല. അതുകൊണ്ട് ആ അൽമാർ സത്യമായി തള്ളേണ്ട ഒരാവശ്യമില്ല. ഇനി കുറച്ച് അടിക്ക് വായിച്ചു നോക്കി. നിങ്ങളിപ്പോൾ വായിച്ച അൽമാർ ഉണ്ടല്ലോ, ഒരു 3-4 വരെ അടിക്ക് വായിച്ച അവിടെ കാണാം നിങ്ങളെ സമസ്തക്കാർ നിസ്കരിക്കണ നിസ്കാരം വരെ ശിർക്കണം അതിലുണ്ട്. അതേ കാരണം വെച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന നിസ്കാരം വരെ ശിർക്കാണ് എന്ന അതേ ലേഖനത്തിലുണ്ട്. നിങ്ങൾ വായിച്ച് കുറച്ച് അടികൾ വായിച്ചാൽ മതി. അവിടെ ഉമർ മൊഴി അങ്ങനത്തെ രീതിയിലുണ്ട്. അതൊന്നും തള്ളേണ്ട ഒരു കാര്യമില്ല. അത് 100% ഹക്കാണ്. അത് കമ്പിൽ സമ്പാദന MT ഉസ്താദിനെ പഠിപ്പിച്ചു കൊടുത്തു. മൂപ്പർക്ക് പഠിഞ്ഞു, മൂപ്പര് വന്നിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ പഠിപ്പിച്ചാൽ 100 കേട്ടാൽ മതി. ആ അൽമനാർ സത്യമാണ്, സൽസബി സത്യമാണ്, ഉമർ മൊലീദ് സത്യമാണ്. ഈ വിഷയത്തിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ബിദ്അത്ത് നമുക്ക് മാറ്റിവെക്കാം, സുന്നത്തിലേക്ക് മടങ്ങാം, പ്രമാണങ്ങളിലേക്ക് മടങ്ങാം, പൂർവികന്മാരിലേക്ക് മടങ്ങാം. അതാണ് അഹ്ലുസുന്ന. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. സുന്നത്തിൻ്റെ ആളുകൾ, ജമാഅത്തിൻ്റെ ആളുകൾ. ആ ജമാഅത്ത് എന്നാൽ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൻ്റെ മാർഗത്തേക്ക് പോകുമ്പോഴല്ലേ അഹ്ലുസുന്ന വൽ ജമാഅ ആവുക. അതിലേക്ക് മടങ്ങാം നമുക്ക്. ഏതായാലും ഫൈസൽ മൗലവി വിചാരിച്ചത് ഇത് ഞങ്ങളാരെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുള്ള ഈ ആയത്തനുസരിച്ച് സ്വതക്ക ചെയ്യണമെന്ന് ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതല്ല. നിങ്ങളുടെ നേതാവ് സാക്ഷാൽ ഇബ്നു തൈമിയ്യയാണ് തീരുമാനിച്ചത്. ഇബ്നു തൈമിയ്യാണ് ഖുർആന്റെ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചത്. ഇബ്നു തൈമിയ്യക്ക് ഈ നസ്ഖ് തിരിഞ്ഞില്ലേ? അല്ല, മൻസൂഖിന് ഇനി പുതിയൊരു തീരുമാനമുണ്ട്, പുതിയൊരു താരീഫ്. ഇബ്നു തൈമിയ്യക്ക് ശേഷമാണ് മൻസൂഖാവുക. അങ്ങനെ ഒരു താരീഫ് ഉണ്ടോ? ആ താരീഫ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതാരാ പറയുന്നത്? ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യൻ, ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാരോട്, നിങ്ങൾ വെള്ളിയാഴ്ച ജുമഅക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്? അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, വശാഹത്തു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇബ്നു തൈമിയ്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം ജുമഅയിലേക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കരുതും. എന്നിട്ട് ഫയതസദ്ദഖു ബിഹി ഫീ തരീഖിഹി സിറൻ, രഹസ്യമായിട്ട് സദഖ കൊടുക്കും. എന്നിട്ട് വസമിഅതുഹു യഖൂൽ, ഇബ്നു തൈമിയ്യ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇദാ കാന അല്ലാഹു ഖദ് അമറനാ ബിസ്സദഖതി ബൈന യദൈ മുനാജാതി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മുനാജത്ത് ചെയ്യുമ്പോൾ അവിടെ സ്വതക്ക കൊടുക്കണമെന്ന് ഖുർആനിൽ കൽപ്പനയില്ലേ? എങ്കിൽ ഞാൻ ഈ ആയത്ത് പിടിച്ചുകൊണ്ട് ഫസ്സദഖതു ബൈന യദൈ മുനാജാതിഹി തആല അഫ്ളലു വ ഔലാ ബിൽ ഫളീല, ഈ അഫ്ളലു വ ഔലാ ബിൽ ഫളീല എന്ന് പറയുന്ന ഈ പണിയെ കുറിച്ചാണ് ഇസ്തിദ്ലാൽ എന്ന് പറയാ. ഈ നസ്ഖായ മൻസൂഖായ ആയത്ത് കൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യാൻ മാത്രമുള്ള ഉസൂലി വിവരമില്ലാത്ത ദുർബല ജ്ഞാനിയാണോ ഇബ്നു തൈമിയ്യ? നിങ്ങൾ പറയണം. ഇത് ഇബ്നു തൈമിയ്യയുടെ ഇബാറത്താണ് ആ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, ഈ സംഭവത്തിൽ എന്തൊക്കെയുണ്ട്. ചെറുവാടിയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? നബിദിനാഘോഷത്തിന് തഖ്സീസ് കൊടുക്കുന്നു, പ്രത്യേകത, തൗഖീദ് കൊടുക്കുന്നു, സമയ നിർണയം, തഅവീദ് പതിവായി ചെയ്യുന്നു, ഇസ്തിദ്ലാൽ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് പിടിക്കുന്നു. നിങ്ങളുടെ ഉസൂൽ പ്രകാരം പറഞ്ഞ ഈ 4 കാര്യങ്ങളും, ആ 4 കാര്യങ്ങളും ഇതാ ഇബ്നു തൈമിയ്യ ചെയ്തിരിക്കുന്നു. ഈ ചെയ്ത ഇബ്നു തൈമിയ്യ മുബ്തദി ആണോ നിങ്ങളുടെ ഉസൂൽ പ്രകാരം? ഇത് പറഞ്ഞ ഇബ്നുൽ ഖയ്യിം മുബ്തദി ആണോ? ഇബ്നു തൈമിയ്യ മുബ്തദി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഉസൂലുമായി പിടിച്ചു നടക്കാൻ കഴിയുക? മറുപടി പറയണം. നിങ്ങൾ മൻസൂഖാക്കിയിട്ട് കാര്യം ഇബ്നു തൈമിയ്യ മഹ്ശർ എന്ന് പിടിക്കും. എനിക്ക് തിരിയാത്ത നസ്ഖ എങ്ങനെ മൗലവി നിങ്ങൾക്ക് തിരിഞ്ഞെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് ഇബ്നു തൈമിയ്യക്ക് ശേഷം ഇബ്നു തൈമിയ്യക്ക് നസ്ഖ തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മഹാമോശമായി പോയി. പിന്നെ മൂപ്പർക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ ഉസൂല് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരുന്നാ തോന്നുന്നത്. ഇല്ലത്ത് എന്താണ്, ഖൈദ് എന്താണെന്ന് അറിയില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ഖൈദാണ്. ഉപാധി എന്ന വാക്കിന്റെ അർത്ഥം ഖൈദ് എന്നാണ്. ഇല്ലത്ത് എവിടെ? ഇല്ലത്ത് പിന്നെയാണ് പറഞ്ഞത് നിസ്കാരത്തിന് കസറാക്കണം, കസറ ആക്കൽ അനുവദനീയമാണ് എപ്പോൾ മശക്കത്തുണ്ടായതിന് വേണ്ടി എന്ന് ഇല്ലത്ത് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ വിമാനത്തിൽ 10 മിനിറ്റോ അരമണിക്കൂറോ യാത്ര ചെയ്താൽ അവിടെ ഇല്ല, പിന്നെ അവിടെ ആ മശക്കത്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട്? എന്നാൽ പിടിച്ചോ നിങ്ങളുടെ ഉസൂല് പൊളിക്കുന്ന അടുത്ത ചോദ്യം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിലെ ഓരോ ഹദീസ് എഴുതുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ അടുത്തിരുന്ന് അവിടുത്തെ ഖബറിന്റെ അടുത്തിരുന്ന് എഴുതി. ആ പതിവിനെ സ്വീകരിച്ചു. ആ പതിവിനെ സ്വീകരിച്ച പണി വിദഅത്താണോ? ഏതായാലും ഇപ്രാവശ്യത്തെ ചോദ്യവും നബിദിനുമായി ബന്ധപ്പെട്ടതല്ല. ചോദ്യം ഒപ്പിച്ചേക്കാണ് മൂപ്പര് അവസാനമുണ്ട്. ഏതായാലും നല്ല ചോദ്യം ഇല്ല എന്ന് വ്യക്തമായി. ഇനിയിപ്പോൾ ഇബ്നു തൈമിയ്യയുടെ മദ്ഹബാണ് ഇപ്പോൾ പറയാൻ. അൽഹംദുലില്ലാ, അപ്പോൾ പേരോട് മാത്രമല്ല വെളുപ്പിക്കണത്, നിങ്ങളും വെളുപ്പിക്കുന്നുണ്ട്. വല്ലാതെ ഒച്ചത്ത് പാടി ചിലപ്പോൾ നിങ്ങൾക്കും സുഹാബിന്ന് പേര് വരും. അവിടെ അങ്ങനെ വെളുപ്പിക്കാൻ പോണ്ട. എന്തായിരുന്നാലും ഇബ്നു തൈമിയ്യയുടെ കിതാബും ഇബ്നു ഖയ്യിമിന്റെ കിതാബും അതൊക്കെ വായിച്ച് പഠിച്ചാൽ നമ്മളൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ നിർത്തി. അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്താ?
നബിദിനാഘോഷം എന്നതാണ്. പക്ഷെ എന്തെങ്കിലും അയിമുക്കൾ വരാത്തത്? അയിമുക്ക് വരുന്നേ ഇല്ലല്ലോ. ഞങ്ങളെ വാദം വ്യക്തമായി എഴുതിയില്ലേ? ഇത് വിശുദ്ധ ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, നബിക്കോ സ്വഹാബത്തോ താബികൾക്കോ തമിഴ് താബികൾക്കോ അയിമത്തുൽ അർബഅക്കോ പരിചയമില്ല, അത് ബിദ്അത്താണ്. ഇത് നമ്മളെ വാദം. ആ വാദം പൊളിക്കാനല്ലേ നിങ്ങൾ വന്നത്? ആ വാദം പൊളിക്കാനല്ലേ വന്നത്? ഇത് എന്തേ അതിലേക്ക് നിങ്ങൾ വരാത്തത്? നിങ്ങൾ ഇല്ലാത്ത വാദം എഴുതി നബിദിനാഘോഷം ശിർക്കാണ് എന്നത് ശരിയല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വാദം നമുക്കില്ല. അല്ല അവിടെ ഉണ്ട്. അപ്പം അവിടെ വായിച്ചപ്പം കിട്ടും ശിർക്കാവാൻ കാരണം ഇതാകുന്നു. ഉറപ്പല്ലേ? ആ കാരണമുണ്ടോ ശിർക്കാണ്? ആ കാരണമുണ്ടോ? അതാ പറഞ്ഞു ഉമർ മൗലവി എഴുതി നബിദിനാഘോഷം മാത്രമല്ല ആ കാരണത്താൽ നിസ്കാരം വരെ ശിർക്കാണെന്ന് അതേ ലേഖത്തിൽ ഉമർ മൗലവി പഠിപ്പിച്ചു. നിസ്കാരം വരെ ശിർക്കാണ്. അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞ അസ്ലാണ്. ഞങ്ങൾ സ്ഥിരമായി പറയേണ്ടത് നിങ്ങൾ അൽഫാത്തെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താ? ആ അൽഫാത്തെ നബിതങ്ങൾ കേൾക്കുന്നതാണ്. അത് നബിതങ്ങൾ കേൾക്കും, നബിതങ്ങൾ അറിയും, നബിതങ്ങൾ ഇടപെടും എന്നാ ഞങ്ങളെ വിശ്വാസം. ആ അൽഫാത്തേക്ക് പോലും ഈ ലേഖനങ്ങൾക്ക് വെച്ചു കൊടുക്കാം. അതാണ് അവിടെ ചെയ്ത്. അല്ലാതെ നിരുപാധികം ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. നിരുപാധികം ശിർക്ക് പറഞ്ഞിട്ടില്ല, വായിക്കാൻ കഴിയില്ല. അങ്ങനെ എവിടെയും ഇല്ല. മുജാഹിദ് പ്രസ്ഥാനം നബിദിനാഘോഷത്തിൻ്റെ ഹുക്മ പറയുമ്പോൾ ആഘോഷം എന്ന നിലക്ക് അത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് ബിദ്അത്താണ്. ബിദ്അത്തായതുകൊണ്ട് ഹറാമാണ്, മതത്തിൽ കൂട്ടിച്ചേർക്കലാണ്. അത് ബിദ്അത്തും ഖബീഹയാണ്, ബിദ്അത്തും മുൻകറയാണ്. എന്നാൽ മറ്റു പല കാരണങ്ങളാൽ അതൊക്കെ ഹറാമായി മാറുന്നു, അത് ശിർക്കായി മാറുന്നു. അതാണ് നമ്മൾ പറഞ്ഞിട്ട്. അത് ഇന്നും പറയും, അത് എന്നും പറയും. അത് ഇനിയും ഇൻഷാ അല്ലാഹ് സംവാദത്തിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയും. അതിന് സംശയമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കെട്ടല. ഖബർ കെട്ടിപ്പൊക്കെ ശിർക്കാണെന്ന് മുജാഹിദുകൾ വാദിച്ചു എന്ന് പണ്ട് ഇവിടെയൊക്കെ ചില മനുഷ്യന്മാരൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറയാം, ആണ്ട് ഒപ്പിക്കന്നെ. നിങ്ങളെ തന്നെ പറയാം മുജാഹിദിൻ്റെ വാദം, എന്നിട്ട് നിങ്ങളെ അതിന് റദ്ദും ചെയ്യുക. അത് എളുപ്പമുണ്ട്. മുജാഹിദിക്ക് നബിയെ സ്നേഹമില്ല എന്ന് പറയാം, സ്വലാത്ത് സിലാത്തില്ല എന്ന് പറയാം, ദിക്റില്ലാത്തല്ല എന്ന് പറയാം, നബി റഹ്മത്തായി അംഗീകരിക്കുന്നില്ല എന്ന് പറയാം, എന്നിട്ട് നിങ്ങളെ മറുപടിയും പറയാം. അതിന് വാദപ്രതിവാദം എന്ന് പറയില്ല. അത് വാദപ്രതിവാദമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് വായിച്ചോളി, അത് കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ച് തരാം. ഇല്ലാത്ത വായിച്ച് നിങ്ങളെ വക ശറഹ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അത് ന്യായീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായും അല്ലാതെയും നിങ്ങൾ ചൊല്ലുന്ന മാലപ്പാട്ടുകളിൽ ശുദ്ധമായ ശിർക്കുണ്ട്, ഒരു സംശയവുമില്ല. നബിയോട് പറഞ്ഞു അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീർ. നബിയെ താങ്കളുടെ മിസ്കീനായ അടിമയില താങ്കൾ ഔദാര്യം കാക്ഷിക്കുന്നു. ഇത് ശിർക്കല്ലേ? നമ്മളാ നബിയുടെ അടിമയല്ല, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമയാണ്. അബ്ദുല്ലാഹി വറസൂലുഹു എന്നാണ് നബിയെക്കുറിച്ച് പോലും പറയുന്നത്. നബി ഞങ്ങൾ അള്ളാഹിൻ്റെ അടിമയാണ്, അവൻ്റെ റസൂലാണ്. ആ സറഫനാമിൽ നബിയോടാ പറഞ്ഞ നബിയെ അബ്ദുക്കൽ മിസ്കീൻ. ഉസ്താദ്മാർ ആലോചിക്കും, നിങ്ങൾ പാടുന്ന പാട്ടാണതൊക്കെ. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ താങ്കളുടെ മിസ്കീനായ അടിമ യർജു ഫദ്ലക്കൽ ജമ്മൽ വഫീർ, നിങ്ങളുടെ ഫദ്ലാണ് ആഗ്രഹിക്കുന്നത് എന്നല്ലേ പാടുന്നത്. അത് എന്തു ന്യായമാണ് നമുക്കുള്ളത്? അത് ശിർക്ക് തന്നെയാണ്. ആ നബിയെ വിളിച്ചുകൊണ്ട് പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബിയോട് ആവരാധിപ്പെടുന്നു പാപം ചെയ്തു പോയതിൻ്റെ പേരിൽ. അത് ശിർക്ക് തന്നെയാകുന്നു. ആ നബി ഞങ്ങൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പടച്ചറബിനോട് പറയേണ്ട മുഴുവൻ കാര്യങ്ങളും നബിയോട് പറയുന്ന വരികൾ എമ്പാടുമുണ്ട്. മാല കിതാബുകളിൽ, മൗലിദ് കിതാബുകളിൽ. അതേപോലെ അള്ളാഹുവിന് സ്ഥാനം വക വെച്ചു കൊടുക്കലുണ്ട്. അമിതമായ വർണ്ണനയുണ്ട്. അള്ളാഹു തആല പോലും പറയാത്ത കാര്യങ്ങൾ നബിയെക്കുറിച്ച് അമിതമായി പാടിപ്പുകഴ്ത്തുന്ന വരികൾ അതിലുണ്ട്. ഉലുവ്, ഇത്റാ, നബി ഞങ്ങൾ വിലക്കിയ അമിത പ്രശംസ എമ്പാടുമുണ്ട്. നാം മദ്ഹിനാണോ എതിര്? ഒരിക്കലുമല്ല. നബി ഞങ്ങളെ മദ്ഹ് ചെയ്തേ പറ്റൂ. നബിയെ മദ്ഹ് ചെയ്യാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. സ്നേഹിക്കാതിരിക്കാൻ, മദ്ഹ് ചെയ്യാതിരിക്കാൻ, മഹത്വങ്ങളെ പറയാതിരിക്കാൻ എങ്ങനെ കഴിയാം? അത് നബിതങ്ങളുടെ അധ്യാപനത്തിൻ്റെ പിൻബലമാണ്, സ്വഹാബത്ത് ചെയ്ത രീതിയാണ്, താബികളുടെ രീതിയാണ്. അതൊന്നും തർക്കമില്ല. അതിൻ്റെയൊക്കെ മറവിൽ മതത്തിലേക്ക് പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നേ വിഷയമുള്ളൂ. പിന്നെ ഇമാം ബുഖാരി ഓരോ ഹദീസ് എഴുതുമ്പോൾ അവിടെ രണ്ടൊക്കെ നിസ്കരിച്ചല്ലോ എന്നാണ്. അത് ഉസ്താദേ, അതിനാണ് സാധാരണ സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയാം. അത് ഹദീസിലുള്ള കാര്യമാണ്. അത് ബിദ്അത്തല്ല. ഇസ്തിഖാറത്ത് നിസ്കരിച്ച് പരിചയമാണ്, അപ്പോഴേ അറിയുള്ളൂ. അത് ഇസ്തിഖാറത്ത് ഖൈറത്ത് തേടാൻ വേണ്ടിയുള്ള നിസ്കാരമാണ്. അതിനപ്പുറത്ത് ശർഈയായ ഒരു പുതിയ ആചാരം ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ബിദ്അത്ത് ചെയ്തോ എന്ന ചോദ്യം പ്രസക്തവുമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. വയൽ ഇങ്ങനെ പറയാണ്, പഠിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, സംവാദത്തിലേക്ക് വരുമ്പോൾ വാദത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യത്തിനല്ലേ മറുപടി പറയേണ്ടത്. ആ ചോദ്യം ഞങ്ങൾ ഇവിടെ ചോദിച്ചില്ലേ? ഇതാ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അവർക്ക് പരിചയമില്ല, ഇമാമുമാർക്ക് പരിചയമില്ല, ഹദീസിന് പരിചയമില്ല. ഇബ്നു തൈമിയ്യ ചെയ്ത പണി പരിചയമുള്ള ഒരു താബിഈയുടെ പേര് പറയൂ.
ഇബ്നു തൈമിയ്യ ചെയ്ത പണി പരിചയമുള്ള ഒരു സ്വഹാബിയുടെ പേര് പറയൂ. ഇബ്നു തൈമിയ്യ നടത്തിയ ഇസ്തിദ്ലാൽ എന്തേ അതിന്റെ മുമ്പുള്ളവർക്ക് തിരിഞ്ഞില്ലേ? ഇബ്നു തൈമിയ്യ നടത്തിയ ആ തഅവീദ് ഫള് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ? ആ തഅവീദ് എന്തേ സ്വഹാബികൾക്ക് വേണ്ടേ? അവർക്ക് വേണ്ടേ? മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ്യയെ കുറിച്ച് മിണ്ടാൻ കഴിയുന്നില്ല. മറുപടി പറയണം നിങ്ങൾ. അതല്ല, ഇബ്നു തൈമിയ്യയെ നിങ്ങൾ ബിദ്അത്തിന്റെ പട്ടികയിൽ പെടുത്താനാണോ തീരുമാനം? എങ്കിലായിക്കോട്ടെ, അതോടുകൂടി സംവാദം തീരുമാനമായി, വിജയിച്ചു. നമുക്ക് തള്ളാനുള്ള കിതാബുകളുടെ എണ്ണം കൂടുതൽ എണ്ണം ഉണ്ടാവുന്ന മാത്രം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇസ്തിഖാറത്ത് ചെയ്തു എന്നാണ്. ഇസ്തിഖാറത്ത് മാത്രമാണോ മൗലവി കണ്ടത് റിവായത്തിൽ? നിങ്ങൾ ആ സംഭവം കാണാഞ്ഞിട്ടല്ലോ, മൂടി വെച്ചതല്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യം എന്താണ്? ഹദീസ് സാരിയിൽ പറഞ്ഞില്ലേ? അവിടുന്ന് ഓരോ ഹദീസ് ചെയ്യുന്ന സന്ദർഭത്തിലും കുളിക്കുന്ന പതിവുണ്ടാക്കിയിരുന്നു മഹാനവറുകൾ. എന്നിട്ടോ നിസ്കരിച്ചിരുന്നു. അതിന് പുറമെ ചെയ്ത പണി എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിന്റെ തറാജിമുകൾ എഴുതിയത് ബൈന ഖബ്രിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മിംബരിഹി. മിംബറിന്റെയും ഖബറിന്റെയും ഇടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിന്റെ പേരാണോ ഇസ്തിഖാറത്ത്? ഹദീസ് എഴുതുന്ന നേരത്ത് കുളിക്കുന്ന കുളിയുടെ പേരാണോ ഇസ്തിഖാറത്ത്? അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പതിവ് എവിടുന്ന് കിട്ടി? ആദ്യമായി ഹദീസിന്റെ കിതാബ് എഴുതുന്ന ആളാണോ ഇമാം ബുഖാരി? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ കിതാബ് എഴുതിയിട്ടില്ലേ? ഇമാം ദാരിൽ ഹിദ്റയല്ലേ? തഅലീം കൊടുത്ത ആളല്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് കിട്ടാത്ത, മഹാനവറുകൾ കണ്ടെത്താത്ത, അല്ലെങ്കിൽ മഹാനവറുകൾക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ മുൻകാലത്തെ ഹദീസുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരാൾക്കും പരിചയമില്ലാത്ത ഒരു പണി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്തിനാ ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉസൂല് പൊളിയും, നിങ്ങളുടെ വാദം പൊളിയും. അതുകൊണ്ടാണ് വാദത്തിലേക്ക് കടക്കാതെ വീണ്ടും വീണ്ടും പഠിച്ച വയത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനല്ല ഞങ്ങൾ ഈ സമയം മെനക്കെടുത്തി വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ആളുകളോട് പറഞ്ഞാൽ മതി. ഇവിടെ പറയില്ല, ഇവിടെ പറയേണ്ടതില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ വാദങ്ങൾ ഞങ്ങളുടെ അഭിപ്രായ പ്രകാരം പറഞ്ഞതാണ്. നിങ്ങളുടെ പുസ്തകം എടുത്തിട്ടാ വായിച്ചത്. സെൽസബീൽ തള്ളുമോ? അതിൽ അങ്ങനെയല്ല എങ്കിൽ തിരുത്തി വായിക്കൂ. ഇസ്ലാമിക നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ ഞങ്ങൾ പറഞ്ഞ വാചകമല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തിരുത്തി വായിക്കൂ. വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത ചോദ്യം ഇതേ വാദത്തിലും ഉസൂലിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരാൾ നിസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ചു ചൊല്ലിയാൽ അത് കുറ്റകരമാണ്. നിസ്കാരത്തിന്റെ നൃത്തത്തിൽ ആവർത്തിച്ചു ചൊല്ലിയാൽ കുറ്റകരമാണ് എങ്കിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വസ്തുദില്ല ബിഹി അലാ ജവാസി ഇഹ്ദാത്തി ദിക്രിൻ ഫി സ്വലാത്തി ഗൈരി മഅ്സൂരിൻ. ഈ ഇസ്തിദ്ലാൽ ബിദ്അത്താണോ? ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, എന്താ നമ്മൾ പറയാ, ഇത്ര ഇടങ്ങാറാണെന്ന് നമ്മൾ വിചാരിച്ചത് ഇവരെ പറ്റി. ഈ ഇസ്തിദ്ലാൽ ബിദ്അത്താണ്. ഇസ്തിദ്ലാൽ എങ്ങനെ ബിദ്അത്താകുക? ഇസ്തിദ്ലാൽ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. അതിന് ബിദ്അത്ത് എന്ന് പറയില്ല. ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാൽ മുസ്തഫ ഫൈസി, ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാൽ ഒരു ആയത്തിൽ നിന്ന് തെളിവ് കണ്ടുപിടിക്കുക, ഒരു ഹദീസിൽ നിന്ന് തെളിവ് കണ്ടുപിടിക്കുക. അതിനാണ് ഇസ്തിദ്ലാൽ എന്ന് പറയാം. ഇസ്തിദ്ലാൽ ബിദ്അത്ത് എന്ന് പറയും. ഇസ്തിദ്ലാൽ സ്വഹീഹായ ഇസ്തിദ്ലാൽ ഉണ്ടാകും, തെറ്റായ ഇസ്തിദ്ലാൽ ഉണ്ടാകും. അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയും, ശരിയാണ് ചെയ്യുന്നത്. ഏതുപോലെ ഫൽ യഫ്റഹു എന്ന ആയത്തിന് നബിയാവശ്യം തെളിവാക്കുന്ന തെളിവ് കണ്ടുവച്ചു, അത് തെറ്റാന്ന് പറയും. അത് ഇസ്തിദ്ലാലാണ്. പക്ഷേ ആ ഇസ്തിദ്ലാൽ തെറ്റായ ഇസ്തിദ്ലാലാണ്. അല്ലാതെ അതിലെങ്ങനെ ബിദ്അത്താകുക? എന്താ നമ്മൾ ചോദിക്കുന്നത് ഇവിടെ തന്നെ. ഇനിയിപ്പോൾ ഇമാം ബുഖാരി കുളിച്ചു, അത് എവിടുന്ന് കിട്ടി? ഇമാം ബുഖാരി നബിയുടെ ഖബറിനും നബിയുടെ മിമ്പറിനും ഇടയിൽ ഇരുന്നു കൊണ്ടായി എവിടുന്ന് കിട്ടി? സഹോദരന്മാരെ, ആ സ്ഥലത്തിന് ആ റൗള എന്ന് പറയാ. നബിയുടെ ഖബറും നബിയുടെ മിമ്പറും എടുക്കുന്ന സ്ഥലം മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ റൗള. ആ റൗള ഇരുന്നു കൊണ്ട് ഹദീസ് എഴുതിയതാണോ നിങ്ങൾ ബിദ്അത്ത് ചോദിക്കുന്നത്? അത് എവിടുന്ന് കിട്ടിയതാണ്? അത് നബി തങ്ങളിൽ നിന്ന് കിട്ടി, സ്വഹാബത്തിൽ നിന്ന് കിട്ടി, താബിഈങ്ങളിൽ നിന്ന് കിട്ടി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കണ്ടുപഠിച്ച കേട്ടുപഠിച്ച പണ്ഡിതന്മാരൊക്കെ അവിടെ നിന്നിട്ട് ഹദീസ് പഠിപ്പിച്ചവരാണ്. നിങ്ങൾ ചോദിച്ച ഇമാം മാലിക്കിന് പരിചയമുണ്ട്. ഇമാം മാലിക് അവിടെ നിന്ന് ഹദീസ് പഠിപ്പിച്ചത്. ഇമാം മാലിക് കുളിച്ചിട്ട് ഹദീസ് പഠിപ്പിച്ചത്. ഇമാം മാലിക് ഒരു ഹദീസ് പഠിപ്പിക്കാൻ വരുമ്പോൾ കുളിച്ച് ശുദ്ധിയാക്കി മുടി ചീകി സുഗന്ധം ഉപയോഗിച്ച് ഇരുന്നു കൊണ്ടാണ് ഹദീസ് പഠിപ്പിക്കാറുള്ളത്. നടന്നുകൊണ്ട് പോലും പറയാറില്ല. എന്താ കാരണമെന്നറിയോ? തഅ്ളീമൻ ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹദീസിനുള്ള ബഹുമാനം കാരണമെന്നാണ് ഇമാം മാലിക് പറഞ്ഞത്. അത് പ്രത്യേക സുന്നത്തായി പറഞ്ഞതല്ല, അത് പ്രത്യേക ഇബാദത്തായി പഠിപ്പിച്ചതല്ല. ആ ഹദീസിന് ബഹുമാനമുണ്ട്, ആ ബഹുമാനം കളഞ്ഞു കുടിക്കാൻ പാടില്ല എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിച്ച മാതൃക. ആ ഇമാം മാലിക്കിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാരിൽ കണ്ടും അവരൊപ്പം നടന്നുമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ ദീന് പഠിച്ചത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അതേ മാതൃക സ്വീകരിച്ചത്. അത് നമ്മളും സ്വീകരിക്കേണ്ടതാണ്. അതൊന്നും നബിദിനം ആഘോഷിക്കാൻ തെളിവാകില്ലല്ലോ, അല്ലെങ്കിൽ ദീൻ തെളിവാകുക. അതുകൊണ്ട് എങ്ങനെ നബിദിനം ആഘോഷിക്കാൻ തെളിവ് എന്നാ വേണ്ട? ആ ഇമാം ബുഖാരി നബിദിനം ആഘോഷിച്ചോ? അത് കാണിക്കുക.
അതല്ലേ വേണ്ട. ഇമാം ബുഖാരി കുളിച്ചത് നിങ്ങളെത്തുണ്ട്. ഇത് എന്തായാലും കുളിച്ച ഇമാം ബുഖാരി നബിനെ ആഘോഷിക്കാതൊക്കെ റബീഉൽ 12 ഇമാം ബുഖാരി കുളിച്ചു പ്രത്യേകിച്ച് എന്നുണ്ടെങ്കിൽ അത് വായിച്ചാൽ പോലെ. അതല്ലേ വായിക്കേണ്ടത്. റബീഉൽ 11 കുളി 12 ഇമാം ബുഖാരി പ്രത്യേകം കുളിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം. അത് നിങ്ങളെത്തില്ല, നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇമാം മാലിക്കിനെ പറഞ്ഞു, ഇമാം ഷാഫിയെ പറഞ്ഞു, ഇമാം ബുഖാരിയെ പറഞ്ഞു, അവരൊക്കെ ഹദീസ് പഠിപ്പിച്ച ഫضല് പറഞ്ഞു. പക്ഷെ അവരൊക്കെ നബിദിനം ആഘോഷ ഫضലെവിടെ? അതാ കിട്ടേണ്ടത്. അതവിടെ വിഷയം. അവരാരും നബിദിനം ആഘോഷിച്ചില്ല. എന്തുകൊണ്ട്? അവരെ കാലത്ത് തങ്ങൾ ഏർപ്പാടേ ഇല്ല. ഈ കണ്ട ഹദീസൊക്കെ ഇങ്ങനെയൊക്കെ ബഹുമാനിച്ച ഇമാം ബുഖാരി ഒരു ഹദീസിൽ നിന്നും നബിദിനം ആഘോഷിക്കാൻ തെളിവ് മനസ്സിലാക്കിയില്ല. 8-ാം വയസ്സിൽ ഹാഫിദായ ഇമാം ബുഖാരി ഫൽയഫ്റഹു എന്ന ആയത്തുണ്ടായിട്ടും അത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് മനസ്സിലാക്കിയില്ല. ലക്ഷക്കണക്കിന് ഹദീസ് ഹിഫ്ലാക്കി ഇമാം ബുഖാരി ഒരു ഹദീസിൽ നിന്ന് പോലും നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് മനസ്സിലാക്കിയില്ല. അതല്ലേ കിട്ടേണ്ടത്. അതുണ്ടെങ്കിൽ വായിക്ക്. അതില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്തിദ്ലാൽ ബിദ്അത്തല്ല. ഇസ്തിദ്ലാൽ ശരിയാണെങ്കിൽ സ്വീകരിക്കാം, തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാം. മുജ്തഹിദാണോ ശരിയാണെങ്കിൽ 1 കൂലിട്ടും, ശരിയാണെങ്കിൽ 2 കൂലിട്ടും, തെറ്റാണ് 2 കൂലിട്ടും 1 കൂലിയും കിട്ടും. മുജ്തഹിദാണെങ്കിൽ. മുജ്തഹിദ് അല്ലാത്തവന് ഇജ്തിഹാദിന് പോയാലോ 2000 കുറ്റം കിട്ടും ചെയ്യും. അതാണ് ഇസ്ലാമിൻ്റെ അസുരി. അതുകൊണ്ട് ആ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിരിക്കുന്നു. 6 ചോദ്യം ചോദിച്ചു, 6 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഇതുകൊണ്ടൊന്നും നബിദിനാഘോഷം തെളിയുന്നില്ല. ഇത് ചീത്തയായ ബിദ്അത്ത് തന്നെയാണ്. മതത്തിലേക്ക് പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഷിയാക്കൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പുത്തൻ ആചാരമാണ് നബിദിനാഘോഷം. അത് നിങ്ങൾ എത്ര സ്ഥലത്ത് എഴുതി? ലം യുൻഖൽ അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഉമ്മത്തിലെ ഒരു ആലിമിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ. അവരാണ് മതത്തിൽ മാതൃകായോഗ്യരായിട്ടുള്ള ആളുകൾ. അൽ മുതമസ്സികൂന ബിആസാരി സ്വാലിഹീൻ ബിആസാരി സ്വഹാബ. സ്വഹാബത്തിനും താബിഈങ്ങളെയും ഒക്കെ ആസാർ മുറുകെ പിടിക്കുന്ന ഒരു ഉലമായിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ലേ? അത് ഹദസ ബദൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഇത് പുതുതായി ഉണ്ടായത് എന്ന് പറയാത്ത ഇമാമികളാരാ? ഇത് അനുകൂലിച്ചവർ പോലും, നല്ല ബിദ്അത്ത് എന്ന് ന്യായം പറഞ്ഞ് അനുകൂലിച്ചവർ പോലും പറഞ്ഞ എന്താണ്? ആദ്യ 3 നൂറ്റാണ്ടിൽ ഇല്ല എന്നാണ്. എങ്കിൽ പിന്നെ എല്ലാവർക്കും സ്വീകാര്യമായ ഇത്തിഫാഖായ ഈ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് തന്നെ മാറി എന്തിനാണ് നമുക്ക് ഒരു പുത്തനാചാരം? എന്തിനാണ് ഷിയാക്കളുടെ ആചാരം? എന്തിനാ രാജാവ് കൊണ്ടുവന്ന ഒരു ഭരണപരിഷ്കാരം? എന്തിനാ മതത്തിൻ്റെ പേര് ചൂഷണം നടത്തിയിരുന്ന ഇബ്നു ദിഹിയ എന്ന് പറയുന്ന ഒരാൾ അന്ന് ഉണ്ടാക്കി കൊടുത്ത മൗലിദ് അതിൻ്റെ മറവിൽ എന്തിനാ ഇതൊക്കെ ചെലവാക്കാൻ ശ്രമിക്കുന്നത്? അത് ശരിയല്ല ഉസ്താദുമാരെ. അള്ളാഹിൻ്റെ ദീന് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. പരലോകം യാഥാർത്ഥ്യമാണ്, മരണം സത്യമാണ്. അവിടേക്ക് ഇതൊക്കെ പ്രതിഫലാർഹമായി മാറണമെങ്കിൽ ഉള്ളതുപോലെ പറയുക. ബിദ്അത്ത് ഒഴിവാക്കുക. കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും വഴികേടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ മുഴുവൻ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടത്. ആ വാദം ഇതോടുകൂടി തീരുമാനമാവുകയാണ്. അവസാനത്തെ ചോദ്യത്തിൽ മഹാനായ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അൽ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇസ്തിദ്ലാൽ ചോദിച്ചപ്പോൾ ആ ഇസ്തിദ്ലാലും തെറ്റാണ് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ മാറ്റി നിർത്തുകയാണ് വഹാബികൾ. നിങ്ങളുടെ വാദം അത് പൂർണ്ണാർത്ഥത്തിൽ തെറ്റാണെന്ന് ഇബ്നു തൈമിയയെ വെച്ച് നമ്മൾ സമർത്ഥിച്ചു. അതുപോലെ നിങ്ങൾ പറഞ്ഞു ഇമാം മാലിക് എന്നവരിൽ നിന്നാണ് അത് സ്വീകരിച്ചത് എന്ന്. അങ്ങനെയെങ്കിൽ ഇമാം മാലിക് എന്നവരും നിങ്ങളുടെ അസ്ലി പ്രകാരം, നിങ്ങളുടെ വാദപ്രകാരം മുബ്തദി ആണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ ഇവിടെ ഒരുപാട് സമയമായി വിഷയാവതരണം മുതൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്, ഉബൈദിയാക്കൾ കൊണ്ടുവന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഈ വാദം മൗലിദാഘോഷത്തിനെതിരെയുള്ള വിമർശനം അത് കൊണ്ടുവന്നത് ഖാദിയാനികളാണ്. ഖാദിയാനികളുടെ നേതാവ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഫർമായ, കേൾക്കണം നിങ്ങൾ, ईद मीलाद बिदअत है, ईदें दो है, इस तरह तो लोग नई नई इबादतें बनाते हैं। आन हजरत सल्लल्लाहु अलैहि वसल्लम के सबसे बड़े मुहिब तो सहाबा थे, उन्होंने कोई तीसरी ईद नहीं मनाई. ഇതേ വാദം ഉന്നയിച്ചിട്ടുള്ളത് അത് ഖാദിയാനികളാണ്. ഐസി ഈദ് നിക്കാൽനാ ജഹാലത്ത് കി ബാത് ഹൈ. ഈ വാദം ലോകത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഖാദിയാനികളാണ്. അതുപോലെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ 7-ാം ചോദ്യം
നബിദിനാഘോഷം ശരിക്കും ശ്രദ്ധിക്കണം. നബിദിനാഘോഷം ബിദ്അത്താക്കാൻ നിങ്ങൾ നിരന്തരമായി പ്രസംഗിക്കുകയും എഴുതുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നതിൽ തർക്കമില്ല എന്ന്, അതിനാൽ ദുഃഖിക്കുകയാണ് വേണ്ടത് എന്ന് പലതരത്തിലും പല സ്ഥലങ്ങളിലും നിങ്ങൾ എഴുതി വച്ചു. എന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ആധികാരികമായി ഏത് ഇമാമാണ്, ഏത് കിതാബാണ് റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു എന്നതിൽ ഇത്തിഫാഖുണ്ട്, തർക്കമില്ല എന്ന് എഴുതി വെച്ചത്? നിങ്ങളോട് 2016 കമ്പിൽ സംവാദത്തിൽ ഞങ്ങൾ ഇത് ഉന്നയിച്ചു. അതടുത്ത വർഷം തിരുത്താമെന്നും നിങ്ങൾ പറഞ്ഞു. പക്ഷേ 2021 നേർപ്പദത്തിൽ ഹുസൈൻ സലഫി ഇതേ കാര്യം എഴുതിയില്ലേ? ഇനി വീണ്ടും നിങ്ങൾ ഇവിടെ വെച്ചും അത് തിരുത്തുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണോ? ഇപ്പോഴും മര്യാദയ്ക്ക് ചോദ്യമില്ല. ഇനി എന്താ, നബിതങ്ങൾ മരിച്ചത് റബീഉൽ അവ്വലിലാണ്, തർക്കമില്ല എന്ന് പണ്ട് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല എന്ന് കമ്പിൽ പറഞ്ഞേക്കണ്. അത് അപ്പം തന്നെ തിരുത്തിക്കണ്. അവിടെ നിന്ന് തിരുത്തിയത് ശരിയല്ല, തർക്കമുണ്ട്. പക്ഷെ ആ തർക്കം പരിഗണനീയമായ തർക്കമല്ല, ഒരു റാജിഹായ തർക്കമല്ല. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ റാജിഹായ അഭിപ്രായം റബീഉൽ 12 വഫാത്തായി തന്നെയാണ്. അത് അവിടെ തന്നെ പറഞ്ഞു, 2014 തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അവിടെ പറഞ്ഞ മറുപടിയാണ് ഇപ്പോഴും അതിന്. അതേ ചോദ്യമാണ് ചോദിച്ചത്, ആ ചോദ്യത്തിന് അതേ മറുപടി ഇപ്പോഴും പറയാനുണ്ട്. പിന്നെന്താ, ഷിയാക്കളാണ് തുടങ്ങിയത്, ഖാദിയാനികൾ പറഞ്ഞാണെന്ന് ഓൽക്ക് വരെ മനസ്സിലായി ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാന്ന്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാണില്ല. നിങ്ങളും എഴുതിക്കണ്. ഞാൻ അൽ മുബാറക്ക് വായിച്ചില്ലേ? അൽ മുബാറക്കിന് വായിച്ചു. ഇത് സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന മേഖലയാണ് നബിദിനാഘോഷം. ഖാദിയാനി മാത്രമല്ല, സമസ്തക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തോ തൊള്ള നാവ് പൊന്തുന്നു ഞാൻ പറയാൻ. അവിടെ സമ്മതിച്ചാളി, അത് പറഞ്ഞാൽ പോലെ ഷിയാക്കൾ ഉണ്ടാക്കിയതിനാണ്, എന്നാലും കുഴപ്പമില്ല. കാരണം എന്താ, ജാറുണ്ടാക്കി ഷിയാക്കൾ ആദ്യമായിട്ട് അതുങ്ങൾ സ്വീകരിച്ചില്ലേ? ജന്മദിനാഘോഷം ഷിയാക്കൾ ഉണ്ടാക്കി അതുങ്ങൾ സ്വീകരിച്ചില്ലേ? ലോകത്ത് ഒന്നാമത്തെ ജാറ് ഏതാ നിങ്ങൾ പഠിച്ചു നോക്കാണ്? ഷിയാക്കൾ ഉണ്ടാക്കിയ ജാറമാണ്. സ്വഹാബി ജാറുണ്ടാക്കിയിട്ടില്ല, താബിഈങ്ങൾ ജാറുണ്ടാക്കിയിട്ടില്ല, മദ്ഹബിലെ ഇമാമുമാർ ജാറുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് ആദ്യമായി ജാറമുണ്ടാക്കിയത് ഷിയാക്കളാണ്. ഇറാഖിൽ ഹുസൈൻ ബിൻ അലിയുടെ പേര് ഷിയാക്കൾ ഉണ്ടാക്കിയ വ്യാജമായ ജാറം, അതാ ചരിത്രത്തിൽ ഒന്നാമത്തെ ജാറം, 3-ാം നൂറ്റാണ്ടിൽ. അതിന് ശേഷം പിന്നെ ബാക്കി ജാറങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുങ്ങൾ സ്വീകരിച്ചില്ലേ? ജന്മദിനാഘോഷം ഷിയാക്കളാണ് തുടങ്ങിയത്. ഫാത്തിമയാക്കൾ അന്ന് 7 ആഘോഷം അല്ലെങ്കിൽ 6 ആഘോഷം കൊണ്ടുവന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അത് ബാക്കി ഇനിയും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ നബിയെ എടുത്തിട്ടുള്ളൂ, ബാക്കി എടുക്കാൻ പറ്റിയ സാധനം കുറേ ഉണ്ട്. അത് ഓരുണ്ടാക്കിയതാണ്. ഇങ്ങനെ അപ്രമാദിത്വം കൽപ്പിക്കൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. എന്തിനാണ് കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടൊക്കെ ഒരു കാലത്ത് നമ്മുടെ ഉമ്മത്തങ്ങൾ നിങ്ങൾ പാടിപ്പിച്ചില്ലേ? അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ആർക്കറിയാത്തത്? ഇപ്പം അവസാനം കുണ്ടോട്ടി തങ്ങന്മാരെ പറ്റി ഷിയാണോ ഷിയ അല്ലേ എന്നല്ലേ സുന്നികൾക്കുള്ള തർക്കം. ഞങ്ങൾ പണ്ടേ പറഞ്ഞു അതൊക്കെ ഷിയായിസമാണ്. അവിടെ സഹോദരങ്ങളെ, ഇതും ഷിയായിസം തന്നെയാണ്. അത് ഖാദിയാനിക്ക് വരെ മനസ്സിലായി. അപ്പം അതിനർത്ഥം എന്താണ്? ഒന്നും തിരിയാത്തവർ വരെ അത് തിരിഞ്ഞു എന്നാണല്ലോ. ഒന്നും തിരിയാത്ത ടീം ഖാദിയാനിയാണ്. നബിക്ക് ശേഷം വേറെ നബി ഉണ്ടെന്ന് ബഹ്റാനി ലോകത്ത് പറയും. അത്ര പോയത്തക്കാരാ ഖാദിയാനികൾ. ഓൽക്ക് വരെ മനസ്സിലായി ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ വായിച്ചു കാണ്ട് അത് ശരിയല്ല, നബി സാഹിബ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാധിക്കുക വിചാരിച്ചത്. ഞാൻ അതിങ്ങനെ കാത്തിക്കുന്നു. വല്ല ഉറുദുക്കൾ വായിച്ചപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഇപ്പോൾ വായിക്കും. ഇതാ സ്വഹാബകൾ ആഘോഷിച്ചു, താബികൾ ആഘോഷിച്ചു, തമിഴ് ആഘോഷിച്ചു, ഈ വാദം ശരിയല്ല എന്ന് വാദിക്കുന്ന ഞാൻ വിചാരിച്ച. അപ്പം അതൊന്നുമില്ല. എന്തിനാ അമീർ മുസ്ലിം ഇങ്ങനെയൊക്കെ ഇടങ്ങാറാകുന്നത്? നിങ്ങൾ ഒന്നെങ്കിലും ഹുദവിയല്ലേ? ഹുദവിയാക്കി ലേശം തൊണ്ടെന്നൊക്കെയാണ് മറ്റൊരു പറയണത്. ഇനിയിപ്പോൾ നിങ്ങൾ ഷജറയും മറ്റു നമുക്കറിയാം, നിങ്ങൾക്കത് ഒരു പിടുത്തുമില്ല. ഏതായാലും ഖുർആനിൽ വന്ന പേരാ ഷജറ എന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ മനസ്സിലായിട്ടുണ്ട്. അത്രേ നമുക്കറിയുള്ളൂ. ഏതാണെങ്കിലും ശരി, കാര്യമായി ചോദിക്കാത്തതുകൊണ്ട് പ്രസംഗിക്കാനുള്ള വൃത്തിയൊന്നുമില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ കൂടുതൽ തെളിഞ്ഞ് ബോധ്യപ്പെട്ടു വരികയാണ് ഇത് ആദ്യ നൂറ്റാണ്ടിൽ ഇല്ലേ ഇല്ല. അത് ഖാദിയാനിയാക്ക് വരെ മനസ്സിലായി. ഒരു ഇസ്ലാമിൻ്റെ അസ്ലും തിരിയാത്ത ഓൾക്ക് വരെ തിരിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സമ്മതിച്ചാൽ പോലെ ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതിനാണ്. എന്നാലും കുഴപ്പം, ഈ വിഷയത്തിൽ ഞങ്ങൾ ഓലപ്പാണെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് ചില വിഷയത്തിൽ ചില മാറ്റങ്ങൾ വേണ്ടി വരും. ഇങ്ങനെ ആവില്ല പിന്നെ. അതുകൊണ്ട് ഇത് ആരുണ്ടാക്കിയാലും ശരി ഇത് ന്യായമല്ല എന്നാണ് നമുക്കവിടെ ആവർത്തിച്ച് പറയാനുള്ളത്. മാത്രമല്ല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, നിങ്ങളെ മേശപ്പുറത്തുള്ള ഹാബിയിലുണ്ട്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് കിതാബിലുമുണ്ട്. നബി ജനിച്ചത് റബീഉൽ അവ്വൽ, വഫാത്തും റബീഉൽ അവ്വൽ തന്നെ. ഇതാണ് റാജിഹായ അഭിപ്രായം.
എന്ന ചില അഭിപ്രായങ്ങളൊക്കെ അല്ലാത്ത അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ അത്ര തന്നെ അംഗീകരിക്കപ്പെട്ട അത്ര മുഴുത്തമതായ അഭിപ്രായമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതാണ് ഇസ്ലാമിൽ നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ഇനിയിപ്പോൾ സംശയം ഉണ്ടാവും, ഇമാം ഷാഫി ബിദ്അത്ത് രണ്ടെണ്ണാക്കി പറഞ്ഞില്ലേ, അത് ഇമാം ഷാഫി പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ നിസ്കാരം ഉണ്ടാക്കാനോ പുതിയ നോമ്പുണ്ടാക്കാനോ പുതിയ ഇബാദത്ത് ഉണ്ടാക്കാനോ തെളിവായിക്കൊണ്ടല്ല. നേരെ മറിച്ച് ഇമാം ഷാഫി റഹിമയുടെ അസുല പ്രകാരം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാലം യുൽഹദ് ഫി അഹ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്തില്ലാത്ത എല്ലാത്തിനും ബിദ്അത്ത് പറയും. ദീനിന് മാത്രമല്ല, ദീനിയായത് മാത്രമല്ല. അതുകൊണ്ട് സംവാദം ഇമാം ഷാഫി ഉദാഹരണമായി പറഞ്ഞത് നബിയുടെ കാലത്തില്ലാത്ത രീതി നോക്കി അന്നില്ലാത്ത എന്തുണ്ടായാലും അതിന് ബിദ്അത്ത് പറയാം. ലുഗവിയും ശറഈയും എല്ലാം ഒന്നിച്ചു കൂട്ടി ഇമാം ഷാഫി പറഞ്ഞത്. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞു അൽ മുഹ്ദസാത്തുൽ അർബാനി, പിന്നെ ഉണ്ടാകുന്ന രണ്ട് തരമാണ്. അതിൽ ബിദ്അത്താനി, ബിദ്അത്ത് രണ്ട് തരമാണ്. അതിൽ ഇമാം ഷാഫിന്റെ കൂടെ 100% ഞങ്ങളുണ്ട്. ഇമാം ഷാഫി പറഞ്ഞു 100% ശരിയാണ്, ഒരു പ്രശ്നം അക്കാര്യത്തില്ല, അത് നിങ്ങൾക്ക് എടുക്കാൻ വകുപ്പില്ല. നബിദിനം ആഘോഷിക്കാൻ ഇതൊക്കെ പറഞ്ഞ ഇമാം ഷാഫി നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഈ അൽ ബിദ്അത്താനി പറഞ്ഞ ഇമാം ഷാഫി പോലും അത് പറഞ്ഞില്ല. ഞങ്ങൾ ഇതുവരെ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ വാദത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഒന്നാമതായി നിങ്ങളുടെ വാദം എഴുതിയത് ഇത് സ്വഹാബത്തിന് പരിചയമില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല എന്നതാണ്. അതുകൊണ്ട് ഇത് ദുരാചാരമാണ് എന്നെഴുതിയ വാദത്തെ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയെ ഞങ്ങൾ ചോദിച്ചത്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഞങ്ങൾ മുന്നിൽ വെച്ചത്. അതുപോലെ അതിനെ പറഞ്ഞപ്പോൾ അതിനുശേഷം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്ദാസു ദിക്ർ എന്ന് പറയുന്ന ഇബാറത്തിനെ മുന്നിൽ വെച്ചത്. ഇതെല്ലാം ഞങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് നിങ്ങളുടെ ഭാഷ്യം. എന്നാൽ അതിനുശേഷം പറഞ്ഞു ഖാദിയാനികളെക്കുറിച്ച് പറഞ്ഞു. ഖാദിയാനികളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഖാദിയാനികൾ നബിദിനം പാടില്ല എന്ന് പറഞ്ഞവരാണ്, നിങ്ങളുടെ വാദം ഉന്നയിച്ചവരാണ്. അതാണ് പറഞ്ഞത്. ഉറുദുവിൽ വായിച്ചതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയില്ല. ഏതായാലും എട്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ആചാര്യൻ കെ എം മൗലവി തന്നെ എഴുതുന്നു, നമ്മുടെ അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കൾ തമ്മിൽ അഭിപ്രായ ഭേദമുള്ള മസ്അലകളിൽ ഏതൊരു മദ്ഹബ് സ്വീകരിച്ച് അമൽ ചെയ്യുന്നവരെയും ആക്ഷേപിക്കാനോ അവർ മുബ്തദിഅകളാണെന്ന് വിധിക്കാനോ നമുക്ക് യാതൊരു അവകാശവുമില്ല. ഈ ഹദ് ആർ വിട്ടു പ്രവർത്തിക്കുന്നുവോ അവർ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരായിരിക്കും. എന്നാൽ നബിദിനാഘോഷം പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ الحافظ أبو الخطاب ابن دحية رحمة الله عليه، شيخ الإمام النووي، الإمام أبو شامة رحمة الله عليه، الحافظ ابن كثير رحمة الله عليه، أمير المؤمنين في الحديث ابن حجر الأسقلاني رحمة الله عليه، شيخ الإسلام سراج الدين البلقيني رحمة الله عليه، إمام القراء شمس الدين بن الجزري رحمة الله عليه، شمس الدين بن ناصر الدمشقي رحمة الله عليه، الإمام إبراهيم الناجي رحمة الله عليه، إمام الأئمة إمام سيوطي رحمة الله عليه، الإمام ابن الجوزي رحمة الله عليه، الإمام السخاوي رحمة الله عليه، الإمام الحلبي رحمة الله عليه، الإمام القسطلاني رحمة الله عليه. നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ നേതാവാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തിയ അൽ-ഇമാം മുജദ്ദിദ് അൽ-ഫിസാനി, അൽ-ഇമാം ഉസ്സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഷാഖ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ പരശതം നീണ്ടു കിടക്കുന്ന അയിമ്മത്ത് അവരെല്ലാം ഇത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സുന്നത്താണെന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. ലോക മുസ്ലിങ്ങളെ വിധി മുബത്തദികളാക്കുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കാനല്ലേ ഇതിലൂടെ നിങ്ങൾ ശ്രമിക്കുന്നത്? അവസാനം ഇമാം അമീർ ഹുദവി ഹഫിദഹുല്ലാഹ് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. ഇതിങ്ങനെ കുറേ വായിക്കുമ്പോൾ ആർക്കോ ഒരുപാട് ഇമാമികൾ ഇട്ടെന്ന് വിചാരിക്കും. ആ കാലം കഴിഞ്ഞു ഉസ്താദ്. അതൊക്കെ മനുഷ്യന്മാർക്ക് അപ്പം സെർച്ച് ചെയ്യും. നിങ്ങൾ റഹ്മത്തുള്ളാഹി പറഞ്ഞ ആളുകൾക്ക് എന്താ അവസ്ഥ, ഇത് ഏതാ സ്വീകരിക്കാൻ പറ്റിയത്, ഓല എന്താ പറഞ്ഞത് ഒക്കെ അംഗീകരിക്കും. ഇതൊക്കെ തപ്പി എന്താ കിട്ടുക? ഓരൊക്കെ വിധിച്ചെന്താ ബിദ്അത്തുൻ ഹസന ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ലാതെ ഓലൊക്കെ അതിന് ഖുർആൻ തെളിവുണ്ട്, ഹദീസ് തെളിവുണ്ട്, ഇത് പ്രത്യേകമായ മൂല്യമുള്ള ഇബാദത്താണ്, ഇത് സുന്നത്താണ് ഒന്നും പറഞ്ഞിട്ടില്ല.
ഇത് ബിദ്അത്തുൻ ഹസനയാണ്. അതും എവിടെ മുതൽ? മുദഫർ രാജാവ് ഉണ്ടാക്കി അവിടെ നിന്നുള്ള മാത്രങ്ങൾ ഇപ്പോൾ എണ്ണിയത്. അതിന് മുമ്പ് ഒരാളുകൾ എണ്ണിയോ? ഈ കണ്ട പേരൊക്കെ എണ്ണി ഇപ്പം എൻ്റെ എവിടങ്ങൾ ഇമാം ഷാഫിൻ്റെ പേര് പറയാത്തത്? എൻ്റെ ഇമാം മാലിക്കിൻ്റെ പേര് പറയാത്തത്? എൻ്റെ ഇമാം അഹമ്മദിൻ്റെ പേര് പറയാത്തത്? എൻ്റെ ഇമാം അബൂ ഹനീഫയുടെ പേര് പറയാത്തത്? എൻ്റെ ഇമാം ബുഖാരിയുടെ പേര് പറയാത്തത്? 630 മരിച്ച മുദഫർ രാജാവ് അദ്ദേഹത്തിന് വേണ്ടി മൗലിദ് ഉണ്ടാക്കി കൊടുത്തിയ ആത്മീയ ചൂഷകനായ ഇബ്നു ദഹിയ അവരുണ്ടാക്കിയത് അതിനുശേഷം രാജാവ് നടപ്പാക്കിയപ്പോൾ അത് അനുകൂലിച്ചവർ പ്രതികൂലിച്ചവർ, ബിദ്അത്തുൻ ലുഗവിയായി കണ്ടവർ, ആലത്തായി കണ്ടവർ, ബിദ്അത്തുൻ ഹസനയായി കണ്ടവർ, അതായത് മുങ്കർത്തായി കണ്ടവർ പലതരം പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ഈ പേരൊക്കെ പാടെ പറഞ്ഞിട്ട് ഇവരൊക്കെ എങ്ങനെ പറഞ്ഞു നമുക്ക് എത്ര പറയാൻ പറ്റും? ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തുൻ മുൻകറയിലാണ് നബിദിനാഘോഷം എണ്ണിയത്. ഇമാം ഫാക്കിഹാനി ബിദ്അത്തുൻ മുൻകറയിലാണ് ഇമാം ഫാക്കിഹാനി നബിദിനാഘോഷം എണ്ണിയത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അസ്ഹാബുൽ ജഹീം നരകക്കാരായ ആളുകളുടെ മാർഗം അതിനെതിരാകണമെന്നുള്ള കിതാബ് എഴുതിയപ്പോഴാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം ലി മുഖാലിഫത്തി അസ്ഹാബിൽ ജഹീം എന്ന കിതാബില നബിദിനാഘോഷത്തെക്കുറിച്ച് അദ്ദേഹം ബിദ്അത്ത് എന്ന് പരിചയപ്പെടുത്തിയത്. അവിടെ നിങ്ങൾ എണ്ണി നോക്കി. ഇമാം ഷൗക്കനി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ദഹബ് റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ എത്ര റഹ്മത്തുള്ളാഹി നമുക്ക് എണ്ണാൻ പറ്റും? ഉസ്താദ്മാരെ കുറേ റഹ്മത്തുള്ളാഹി ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം ഇസ്ലാമിൽ ശരിയായിക്കോളുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിദ്അത്തായി ഈ പറയപ്പെട്ട ആളുകൾക്ക് എണ്ണി പറഞ്ഞ എത്ര സംഗതികളുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യോ? അതുകൊണ്ട് കുറേ കിതാബിലുണ്ട് എന്നുകൊണ്ടായില്ല, അടിസ്ഥാനത്തിലേക്കാണ് വരേണ്ടത്, അടിസ്ഥാനത്തിലേക്കാണ് വരേണ്ടത്. മാത്രവുമല്ല ഇവിടെ ബിദ്അത്തുൻ ഹസന എന്ന് ഉലമാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഉദ്ദേശിച്ച ലുഗവിയായ ബിദ്അത്ത് മാത്രമാണ്, ശർഈയായ ബിദ്അത്തല്ല. ഇമാം ഷാഫിയുടെ ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ചില ബിദ്അത്തുകൾ നല്ലതാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഷാപരമായ ബിദ്അത്താണ്, ശർഈയായ ബിദ്അത്തല്ല. ഭാഷയിൽ ഇന്നലില്ലാത്ത കാര്യം ഇന്നുണ്ടായാൽ അതിന് ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറയാം. അതിനെപ്പറ്റി നല്ലത് ചിത്താന്ന് പറഞ്ഞത്, അല്ലാതെ ശർഈയായതല്ല. കാരണം ശർഈയായതുണ്ടായതാണെങ്കിലോ അത് മുഴുവൻ തെറ്റായ ബിദ്അത്ത് തന്നെയാകുന്നു എന്നല്ലേ പരിചയപ്പെടുത്തിയത്. അല്ലാതെ ശർഈയിൽ അങ്ങനത്തെ ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരാ പഠിപ്പിച്ചത്? സഹോദരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുറേ പണ്ഡിതന്മാർ ബിദ്അത്തുൻ ഹസൻ എന്ന് പറഞ്ഞു, കുറേ പണ്ഡിതന്മാർ ബിദ്അത്തുൻ മുൻകറ എന്ന് പറഞ്ഞു. അല്ലാതെ ബിദ്അത്താന്ന് പറയാത്ത ആരുമില്ല. നിങ്ങൾ വായിച്ച എല്ലാ ഇമാമിങ്ങളും, ഞങ്ങൾ വായിച്ച എല്ലാ ഇമാമിങ്ങളും, നീ വായിക്കാൻ ബാക്കിയുള്ള ഇമാമിങ്ങളും എല്ലാവരും ഇത്തിഫാഖായ പ്രകാരം ഇത് ബിദ്അത്താണ്. ഇനി ബിദ്അത്തുൻ ഹസന പറയാൻ പറ്റുമോ? കാരണം ആലത്തിൽ എണ്ണണോ അതോ ബിദ്അത്ത് ശർഈയാണോ അപ്പം മുൻകർത്തായി പറയാൻ പറ്റുമോ? ഇതല്ലേ തർക്കമുള്ളൂ. ഇത് നിങ്ങൾക്കും അറിയാലോ, അത് നിങ്ങൾക്കും അറിയാം. ഇത് വെറുതെ അറിയാത്ത പോലെ കാട്ടല്ലേ. അതുകൊണ്ട് അവരാരും മുബ്തദീങ്ങളല്ല, അവരാരും ബിദ്അത്ത് പ്രചരിപ്പിച്ചിട്ടില്ല, അവരാരും മതത്തിലേക്ക് പുതിയൊരു ഇബാദത്ത് കൊണ്ടുവരാൻ അവരാരും തെളിവാക്കിയിട്ടുമില്ല. നിങ്ങളോ മൂല്യമുള്ള ഇബാദത്ത് എന്നാ പരിചയപ്പെടുത്തിയത്. പിന്നെ പിൽക്കാലക്കാർ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ വായിച്ചത് പലരും പിൽക്കാലക്കാരാണ്. അവർ പക്ഷേ ഈ നിങ്ങൾ പറഞ്ഞ അതേ ആശയം പറഞ്ഞ ചില ആളുകൾക്ക് ആ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഇസ്ലാമിൽ എത്ര കണ്ട് ആധികാരികരാണ് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെ വായിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ ബോധ്യപ്പെടുന്നു, നബിതങ്ങൾക്കോ സ്വഹാബത്തിനോ താബികൾക്കോ പരിചയമില്ല. ഇത്രയൊക്കെ ആയിട്ടും ഒരു ഹദീസ് ഉദ്ധരിച്ച്, ഒരു ആയത്ത് ഉദ്ധരിച്ച്, ഒരു സ്വഹാബിയുടെ കൗൽ ഉദ്ധരിച്ച്, ഒരു താബിയുടെ ചെയ്തി ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഇന്ന സ്വഹാബി നബിദിനം ആഘോഷിച്ചിരിക്കുന്നു, ഇന്ന താബി നബിദിനം ആഘോഷിച്ചിരിക്കുന്നു, ഇന്ന ഹദീസ് നബിദിനാഘോഷം പഠിപ്പിച്ചിരിക്കുന്നു, ഇതേക്കുറിച്ച് എന്തു പറയാനുണ്ട് എന്നൊരു ചോദ്യം വന്നില്ലല്ലോ. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. പിന്നെ ആകെ ചോദ്യം എന്താ? ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞില്ലേ, ഇബ്നു ഖയ്യിം ഇങ്ങനെ പറഞ്ഞില്ലേ, ആ കിതാബൊക്കെ വായിക്കുന്നത് നല്ലതാണ്, ദേശമൊക്കെ മേത്തേക്ക് പിടിക്കും. ഇപ്പോൾ പേരോട് ഉസ്താദ് കുറേ വായിച്ചപ്പോൾ മുമ്പ് കുറേ മാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വായിച്ചാൽ അൽഹംദുലില്ലാഹ് അതിനൊക്കെ മാറ്റം ഉണ്ടാകും. അതൊക്കെ വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ നല്ല മനസ്സോടെ വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഷിയാക്കൾ തുടങ്ങി വെച്ച് തന്നെയാണ്, ഒരു സംശയമില്ല. നബിദിനത്തിലാണ് ഖാദിയാനി, ശരിയാണ്. അതാൻ പറഞ്ഞു ഒരു അസ്ലം ചെയ്യാത്ത ഖാദിയാനിക്ക് വരെ മനസ്സിലായി ഇത് ഷിയാക്കളുടെ. നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാണില്ല, എന്നാൽ ഇവിടെ അറബിയിൽ ഉറുദുവിലും പറഞ്ഞാൽ മനസ്സിലായി. അവിടെ സഹോദരങ്ങളെ ഇത് ഷിയാക്കളുടെ ആചാരമാണ്, ഇത് അഹ്ലുസുന്നയുടെ ആചാരമല്ല. സുന്നത്തിലില്ല, ജമാഅത്തിലില്ല. അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിൻ്റെ ആളുകൾ, ജമാഅത്തിൻ്റെ ആളുകൾ. ഇത് സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ? രണ്ടിലുമില്ല. പിന്നെ അഹ്ലുസുന്നയാവാ? അത് രണ്ടിലുമില്ല. പിൽക്കാലത്ത് വന്ന ഒരു ആചാരം, രാജാവ് നടപ്പാക്കിയ ഒരു ഭരണപരിഷ്കാരം, അത് ആദത്തായി കണ്ട പണ്ഡിതന്മാരുണ്ട്. അല്ല, അത് വിവാദത്തായി മാറുന്നു എന്ന് കണ്ടുകൊണ്ട് ബിദ്അത്തുൻ മുൻകറ ഖബീഹ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് ഇത് തെളിയുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സംവാദം എന്ന് പറഞ്ഞാൽ വാദത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. വാദത്തിൽ നിന്നാണ് ചോദിച്ചത്. ഞങ്ങളുടെ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ വാദം പൊളിയുന്നു എന്നാണ്. നബി ചെയ്തിട്ടില്ല, സ്വഹാബി ചെയ്തിട്ടില്ല, അവർക്ക് പരിചയമില്ല, ഇമാമുമാർക്ക് പരിചയമില്ല, അതിനാൽ ബിദ്അത്താകുന്നു എന്ന് ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ആ വാദമാണ് പൊളിഞ്ഞത്.
അതിനാൽ ബിദ്അത്താകുന്നു എന്ന് പറഞ്ഞാൽ എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഇബ്നു തൈമിയ്യ മുബ്തദി ആകേണ്ടി വരും, ഇമാം ഇബ്നു ഹജർ തങ്ങൾ മുബ്തദി ആകേണ്ടി വരും, നിങ്ങളുടെ ഇബ്നുൽ ഖയ്യിം മുബ്തദി ആകേണ്ടി വരും, നിങ്ങളുടെ നിരവധി ആളുകൾ മുബ്തദി ആകേണ്ടി വരും. ഒരൊറ്റ ചോദ്യത്തിനു നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. കാദിയാനികൾ ഉന്നയിച്ചപ്പോൾ കാദിയാനികളെ കൂട്ടിയിട്ടായെങ്കിലും വേണ്ടില്ല, സുന്നികൾ ഒരു അടി കൊടുക്കാൻ കിട്ടിയെങ്കിൽ എന്ന മട്ടാണ്. കാദിയാനികൾ വെറുതെ പറഞ്ഞതല്ല, അവർക്ക് മോഡേണിസമാണ്. നിങ്ങളെ ബാധിച്ചതും അത് തന്നെ. സെൽസബീലിൽ നിങ്ങൾ മറുപടി പറയാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ മറുപടിയാകുന്നില്ല, മറുപടിയേ ആയിട്ടുള്ളൂ. അപ്പോ ഷിയാക്കളും നിങ്ങളും, കാദിയാനികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഷിയാക്കളും നിങ്ങളും തമ്മിൽ ബായി ബായിയല്ലേ. സ്വഹാബത്തിനെ നിഷേധിക്കുന്ന പതിവ് കേരളത്തിൽ പരിചയപ്പെടുത്തിയത് മുജാഹിദുകൾ, ലോകത്ത് തുടങ്ങിയത് ഷിയാക്കൾ. മദ്ഹബ് നിഷേധം, ആ മദ്ഹബ് നിഷേധത്തിൽ നിങ്ങൾ അവരും തമ്മിൽ ഒരുപോലെയല്ലേ. അപ്പൊ നിങ്ങളും അവരും തമ്മിൽ ബായി ബായിയാണ്, കൂട്ടത്തിൽ കാദിയാനി കൂടെ ഉണ്ടെന്ന് മാത്രം. ഇനി ഇവിടെ പറഞ്ഞത് ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ് എന്നാണ്. ഫൈസൽ മൗലിക്ക് ഇപ്പൊ എത്ര വാദ? ഇത് ഫൈസൽ മൗലിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 2 സ്ഥലത്താണ് മൂപ്പര് പറഞ്ഞത് മുളഫർ രാജാവാണ് തുടങ്ങി വെച്ചത് എന്ന്. പിന്നെ ഷിയാക്കൾ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് എത്ര വാദ? ഇതിൽ പിന്നെ ഫൈസൽ മുസ്ലിയാരാണ്. മുസ്ലിയാറിൽ നിന്ന് പിന്നെ മൗലവിയിലേക്ക് മാറിയപ്പോണ്ടായ പരിണാമമാണോ എന്നറിയില്ല. നിങ്ങൾക്ക് തന്നെ എത്ര വാദങ്ങൾ. ഷിയാക്കളാണ് തുടങ്ങി വെച്ചത് എന്ന് ഏത് ഇമാമാണ് ആധികാരികമായി കിതാബിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ഇമാമും ആധികാരികമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഷിയാക്കൾ തുടങ്ങി വെച്ച ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യത്തെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല പിന്തുണച്ചു എന്നാണോ നിങ്ങളുടെ വാദം? ഇമാം സുയൂത്തി പിന്തുണച്ചു എന്നാണോ? അതൊക്കെ പോട്ടെ, നിങ്ങളുടെ KM മൗലവിയും EK മൗലവിയും വക്കം മൗലവിയും ഐക്യ സംഘത്തിന്റെ പണ്ഡിതന്മാരൊക്കെയും അതിനെ പിന്തുണച്ചു എന്നാണോ? എന്താ നിങ്ങളുടെ വാദം? ഷിയാക്കൾ പറഞ്ഞ കാര്യത്തെ ഇവരൊക്കെ അതിനെ പിന്തുടർക്കുന്നു എന്നാണോ നിങ്ങളുടെ വാദം? പിന്നെ ബിദ്അത്ത് ശർഇയ്യ, ബിദ്അത്ത് ഹസനക്ക് ദുരാചാരമാണെന്ന് പച്ചക്കള്ളം അർത്ഥം പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ്. ബിദ്അത്ത് ശർഇയ്യാണ് അത് എന്ന് ഏത് പണ്ഡിതന്മാരാ പറഞ്ഞത്? ഏത് ഇമാമ പറഞ്ഞത്? അതുകൊണ്ട് ഇബ്നു തൈമിയ്യയെ നിങ്ങൾക്ക് തള്ളാൻ, ഇബ്നു തൈമിയ്യയെയും ഫത്ഹുൽ ബാരിയെയും ഒക്കെ തള്ളേണ്ടി വന്ന ദുർഗതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ തെളിവല്ലേ? ചോദ്യാവസരത്തിൽ ചോദിക്കൂ, പറഞ്ഞു തരാം. ഇതാ അവസാനത്തെ ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ തന്നെ പറഞ്ഞു അനാചാരങ്ങൾക്കെതിരെ എന്ന പേരിലാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിഷേധിക്കാൻ രംഗത്ത് വന്നത്. നിങ്ങൾ അക്കാലത്ത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ബിദ്അത്താണെന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് നിങ്ങൾ അതിനെ ആഘോഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. നിങ്ങളുടെ ഐക്യസംഘത്തിന്റെ 11ാം വാർഷികത്തിൽ നിങ്ങൾ ആഘോഷിച്ചതിന്റെ, നിങ്ങൾ സദ്യ കൊടുത്തതിന്റെ രേഖയുണ്ട് ഇവിടെ. നിങ്ങളൊക്കെ ആഘോഷിച്ചു. പിന്നെ ഏതു ഡേറ്റിലാണ് നിങ്ങൾക്ക് ഇത് പാടില്ലെന്ന പുതിയ വഹയി കിട്ടിയത്, പുതിയ തെളിവ് കിട്ടിയത്, പുതിയ ആയത്ത് കിട്ടിയത്? ഇവർക്കൊന്നും KM മൗലവിക്കോ EK മൗലവിക്കോ വക്കം മൗലവിക്കോ കിട്ടാത്തത് എവിടുന്ന് കിട്ടി? ഈ 9 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ചോദ്യം, ഏത് ഡേറ്റാണ് നിങ്ങൾക്ക് വഹി കിട്ടി? ഞങ്ങൾക്ക് ഇന്നലെ വഹി കിട്ടിയിട്ടില്ല, ഇനി കിട്ടുകയുമില്ല. പഴയ കാലത്ത് ഇറങ്ങിയ വഹി തന്നെ എമ്പാടുമുണ്ട്, ആ വഹിയും മതി. നിങ്ങളാണ് വഹീനെ മറികടന്ന് പോകുന്ന ആളുകൾ. ഞങ്ങൾ മറികടന്ന് പോകാറില്ല. വഹീനെതിരായി ആര് പറഞ്ഞാലും അത് സ്വീകാര്യവുമല്ല. അത് ആ ബുക്ക് തന്നെ ഉണ്ട്. ഇപ്പം എൻ്റെ ബുക്ക് വായിച്ചില്ലേ, അതിൽ തന്നെ ഫസ്റ്റ് ലേഖനം അതാണ്. അൽ ഇർഷാദും അൽ മുർഷിദും ഖുറാഫി കുപ്രചാരം എന്നാണ് എൻ്റെ 1ാമത്തെ ലേഖനം. നിങ്ങളിപ്പോൾ പൊക്കി പിടിച്ച ബുക്ക്, അത് ഞാൻ എഴുതിയ പുസ്തകം 2009. അതിൽ 1ാമത്തെ ലേഖനം അതാണ്, അൽ ഇർഷാദും അൽ മുർഷിദും ഖുറാഫി കുപ്രചാരണങ്ങളും എന്ന ഹെഡിങ്. ഇന്നലെ അതിന് താഴെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ 1ാമത്തെ പേജ് അടിയിൽ ഇങ്ങനെ കാണാം. ഇതിൻ്റെ മറുപടി പറയും മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊക്കെ നമ്മുടെ നിലപാട് എന്താണ്, KM മൗലവി പറഞ്ഞാൽ വക്കം മൗലവി പറഞ്ഞാൽ എന്താ നിലപാട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടാണോ അടുത്ത പേജിക്ക് പോവുക? അതൊന്നുകൂടെ വായിച്ചാൽ മതി എന്നാണ് പറയാനുള്ളത്. ഏതായിരുന്നാലും ഷിയാക്കൾ ഉണ്ടാക്കി തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പം ഇനി മൂപ്പര് സംശയം എന്താ? അല്ല നിങ്ങൾ ഇതിലോ മുളഫർ രാജാവ് ഉണ്ടാക്കിയത്? അത് അമീർ മുസ്ലിയാർ ഞാൻ നേരത്തെ പറഞ്ഞു. ഷിയാക്കൾ ഉണ്ടാക്കി, ഒന്ന് നല്ലോണം കേട്ടോളി. ഷിയാക്കൾ ഉണ്ടാക്കി, പിന്നെ മുല്ല ഉമർ ഏറ്റെടുത്തു, പിന്നെ മുളഫർ രാജാവ് ഏറ്റെടുത്തു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? അത് ഒറ്റവാദമാണ്. അത് ഒറ്റവാദം ഷിയാക്കൾ തുടങ്ങി വെച്ചു. പിന്നെ മുല്ല ഉമർ ഏറ്റെടുത്തു, പിന്നെ മുളഫർ രാജാവ് 630 മരിച്ച മുളഫർ രാജാവ് ഇർബൽ എന്ന നാട്ടിൽ അത് നടപ്പാക്കി. അതിന് മൗലിദാക്കി കൊടുത്താരാണ്? മതചൂഷകനായ ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരാൾ. ഇതാണ് അതിന് പറഞ്ഞതിൻ്റെ ആകത്തുക. നിങ്ങളല്ലേ ഇവിടെ നാട് മുഴുവൻ ഫ്ലക്സും ബോർഡും വെച്ച് പഠിപ്പിച്ച് നിയമത്തിൽ കുബറ കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് മൗലിദ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു. അതേപോലെ ഹസൻ ബസ്രി പറഞ്ഞു ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെല്ലാം ഈ നിയമത്തിൽ കുബറ പ്രചരിപ്പിച്ചു? എൻ്റെ അതൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത ഞങ്ങൾ ഇത്ര ആവർത്തിച്ച് സ്വഹാബികൾ ചെയ്തില്ല, താബിഈങ്ങൾ ചെയ്തില്ല പറയുമ്പോൾ ഈ നിയമത്തിൽ കുബറ ഇല്ലാത്തതാണോ? അതോ അന്ന് നിങ്ങൾ പറഞ്ഞ ഇല്ലാത്ത നുണ പറഞ്ഞതായിരുന്നുവോ? അതോ ഇത് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? അതൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് തന്നെ ഇയാനത്ത് ത്വാലിബീനില്ലേ, നിങ്ങൾ നേരത്തെ വായിച്ച കുറേ റഹിമുള്ള പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ആളോ ഇയാനത്തിൻ്റെ ആളും. ആ ഇയാനത്ത് ത്വാലിബീനില്ലേ ഈ പറഞ്ഞ കഥകളൊക്കെ? സിദ്ദീഖ് റളിയല്ലാഹു മൗലിദ് കഴിച്ചതും ഉമർ ഖത്താബ് മൗലിദ് കഴിച്ചതും ഹസൻ ബസ്രി മൗലിദ് കഴിച്ചതൊക്കെ ഇയാനത്ത് ത്വാലിബീനില്ലേ? അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂലേ? ആ ഇസ്ലാമൊക്കെ തെറ്റായിരുന്നുവോ?
ആ ഇസ്തിദലാലൊക്കെ തെറ്റായിരുന്നുവോ, അപ്പം നിങ്ങൾ ഇമാമിങ്ങളെ തള്ളിയോ എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് എന്നാ സൂചിപ്പിക്കാറ്. ഇനി മാത്രമല്ല, നബിദിനാഘോഷത്തിൻ്റെ ചരിത്രം എഴുതാൻ വേണ്ടി സൂഫിയായ പണ്ഡിതൻ എഴുതിയ താരീഖുൽ ഇഹ്തിഫാൽ ബിൽ മൗലിദ് നബവി എന്ന ഈ ഗ്രന്ഥം, ഇത് നബിദിനാഘോഷത്തിൻ്റെ ചരിത്രം എല്ലാം ജാമ്യവും മായവുമായി അദ്ദേഹം എഴുതിയ കിതാബാണ്. ഈ കിതാബിൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, സ്വഹാബിമാരാരും നബിദിനാഘോഷത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല, അവർക്ക് വേറെ കുറേ പണിയുണ്ടായിരുന്നു. താബിഈങ്ങളോ ഓലും ആലോചിച്ചില്ല, അവർക്ക് ഒഴിവിട്ടില്ല. പിന്നെ അമവികൾ വന്നു, ഓലും ചിന്തിച്ചില്ല. പിന്നെ അബ്ബാസികൾ ഓർക്കും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഫാത്തിമിയാക്കൾ ഷിയാക്കൾ ഓർക്ക് ഒരുപാട് തിരക്കുണ്ടെങ്കിലും ഓർക്കത് ഓർമ്മയായി, അതിനെ ഓര് തുടങ്ങി വെച്ചു എന്നത് രീതിയിൽ. അത് ഞങ്ങളെ വക ആരോപണമല്ല, അത് ഖാദിയാനിക്ക് മനസ്സിലാകാൻ ഇത് മതി, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇത് മതി. ഇത് നിങ്ങൾ സൂഫിയുടെ കിതാബാണ്. താരീഖുൽ ഇഹ്തിഫാൽ ബിൽ മൗലിദ് നബവി എന്ന കിതാബിൽ അദ്ദേഹം വ്യക്തമായി എഴുതി ഷിയാക്കൾ തുടങ്ങിയതാണ്, പിന്നെ മുല്ല ഉമർ ഏറ്റെടുത്തതാണ്, പിന്നെ മുളഫരാജാവ് പ്രചരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ മൂപ്പർ സ്ഥാപിച്ചത് ഞങ്ങളെ വകയല്ല, അതൊന്നുമെന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെ സഹോദരങ്ങളെ, നമുക്ക് ഇതിൽ ഏകദേശം കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുമാറ് വ്യക്തമായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ആ സ്വഹാബത്തിന്റെ സുന്നത്തുകൾ മടങ്ങിയെന്താ, സ്വഹാബത്തെ സുന്നത്തിലേക്ക്, താബീങ്ങളുടെ ആ മാതൃകയിലേക്ക് നമുക്കത് മടങ്ങിക്കൂടെ? എന്നാ പിന്നെ ഈ വച്ചപ്പാടും ബഹളും ഈ വാദപ്രയോഗം ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങളും ഞങ്ങളും ഇത്തിഫാക്കായ കാര്യമാണ്, നബിയോ സ്വഹാബത്തോ താബീങ്ങളോ തമിഴ് താബികളോ ചെയ്തിട്ടില്ല. 4 മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല, ആദ്യ നൂറ്റാണ്ടിൽ എവിടെയും ഇങ്ങനത്തെ ആഘോഷമില്ല എങ്കിൽ പിന്നെ അവർ ചെയ്തതും മതി. അപ്പോഴല്ല അഹ്ലുസുന്ന വൽ ജമാഅയാവുക. അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിൻ്റെ ആളുകൾ ജമാഅത്തിൻ്റെ ആളുകൾ എന്ന് പറയണമെങ്കിൽ സുന്നത്തിൻ്റെ പിൻബലം വേണം, ജമാഅത്തിൻ്റെ പിൻബലം വേണം. അത് രണ്ടും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയാവുക? ആ അഹ്ലുസുന്ന വൽ ജമാഅയാണ് ഇസ്ലാമിൻ്റെ തനതായ രീതി. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. 72 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സുഹാബിമാരും ഏതു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്നവർ. ആ നബിയും സുഹാബത്തും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കും 100% ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് ഏതായാലും ബോധ്യമുണ്ട്. എങ്കിൽ ആ മാർഗം പോലെ നമുക്ക് അതാ സ്വർഗത്തിലേക്കുള്ള വഴി. അതിനപ്പുറം പോകല്ല. ജാറമുണ്ടാക്കൽ അവർക്ക് പരിചയമില്ല, നബിദിനാഘോഷം അവർക്ക് പരിചയമില്ല, ആണ്ടടിയന്തരങ്ങൾ അവർക്ക് പരിചയമില്ല, മാല മൗലീദുകൾ അവർക്ക് പരിചയമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് ഇല്ലാത്ത ദിക്റുകൾ, ഇല്ലാത്ത സുലാത്തുകൾ, നാരിയാ സുലാത്ത് പോലെ, കമാലിയാ സുലാത്ത് പോലെ, താജു സുലാത്ത് പോലെ, കൻജുൽ അർഷ് പോലെ, സലാമത്തുൽ ഈമാൻ പോലെ, ഇതൊന്നും അവർക്ക് പരിചയമില്ല. നിങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് നിസ്കാരങ്ങൾ അവർക്ക് പരിചയമില്ല, കുത്തുബിയത്തിൻ്റെ മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരം അവർക്ക് പരിചയമില്ല. ആ ബിദഅത്തൊക്കെ ഒഴിവാക്കി സുന്നത്തിലേക്ക് മടങ്ങാം, അഹ്ലുസുന്നയുടെ മാർഗം സ്വീകരിക്കാം. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.